ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. ax² + bx + c = 0 ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുമ്പോൾ അതിനെ 3 രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലും അതേപോലെ 9ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്യുന്ന മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്നുള്ള മെത്തേഡാണ്. ഈ മെത്തേഡ് നമുക്ക് ഈ വർഷം പഠിക്കാനില്ല, ഡിലീറ്റഡ് പോർഷനാണ്. അപ്പൊ ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഈ രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് പഠിക്കാനില്ല. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. 3 മെത്തേഡ്സിൽ ഏത് ചെയ്താലും നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടുന്നത്. ഇതിൽ ഏത് ക്വസ്റ്റ്യനും ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല എന്നുള്ള മെത്തേഡ്. ആ ഫോർമുല നിങ്ങൾ കാണാതെ ഓർക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ x is equal to -b ± √b² - 4ac whole divided by 2a. മനസ്സിലായോ? ഹോൾ ഡിവൈഡ് ബൈ ഇങ്ങനെയാണ് കേട്ടോ. ഈ -b കൂടെ ചേർത്താണ് നമ്മള് ഈ ഡിവൈഡ് ബൈ പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. വളരെ എളുപ്പമാണ്, നിങ്ങൾ കാണാതെ ഇത് ഓർത്തിരിക്കണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. അതിലൊന്ന് ഈ റൂട്ടിനകത്ത് വരുന്ന വാല്യൂ ആണ്. റൂട്ടിനകത്ത് വരുന്ന വാല്യൂ നമുക്കൊന്ന് പറയാമോ? ഏതാണത്? ഈ b² - 4ac ആണ് റൂട്ടിനകത്ത് വരുന്നത്. ഈ b² - 4ac നമ്മൾ പറയുന്ന പേര് ഡിസ്ക്രിമിനന്റ് എന്നാ കേട്ടോ. ഡിസ്ക്രിമിനന്റ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത എക്സസൈസിൽ പറയാനുണ്ട്. എന്നാലും നമുക്ക് ഈ എക്സസൈസിൽ ഇതിന്റെ ഒരു ചെറിയ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ റൂട്ടിനകത്ത് വരുന്ന ഈ b² - 4ac പറയുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ്. നമ്മൾ അതിനെ d എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ സോൾവ് ചെയ്യുമ്പം ഈ d എന്നുള്ള വാല്യൂ <0 ആകാൻ പാടില്ല. മനസ്സിലായോ? ഈ d എന്നുള്ള വാല്യൂ ഏതാ? ഈ റൂട്ടിനകത്തെ വാല്യൂ. അതെന്താകാൻ പാടില്ല? <0 ആകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ b² - 4ac മനസ്സിലായോ? b² - 4ac എന്താകാൻ പാടില്ല? <0 ആകാൻ പാടില്ല. എന്താ <0 എന്ന് പറഞ്ഞാൽ 0ക്ക് താഴെയുള്ള വാല്യൂസ്. ഏതാണത്? മൈനസ് വാല്യൂസ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ -1, -1/2, -1/3. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ b² - 4ac <0 ആണ് കിട്ടുന്നതെങ്കിൽ നോ റിയൽ റൂട്ട്സ് എന്ന് എഴുതി അവിടെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സ്റ്റോപ്പ് ചെയ്യാം. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ സപ്പോസ് d ചെയ്യുമ്പോൾ, അതായത് ഈ b² - 4ac ചെയ്യുമ്പോൾ നമുക്ക് -1 ആ കിട്ടുന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഫോർമുല കണ്ടോ? റൂട്ട് ഓഫ് ആ. ഈ റൂട്ടിനകത്ത് -1 വന്നാൽ കണ്ടോ, റൂട്ട് ഓഫ് b² - 4ac നമ്മുടെ ഫോർമുല. സോ റൂട്ടിനകത്ത് -1 വരുന്നൊരു കാര്യം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇതെന്തല്ല, ഇത് റിയൽ റൂട്ട് അല്ല. മനസ്സിലായോ? സോ ഈ റൂട്ടിനകത്ത് -1 വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോ റിയൽ റൂട്ട്സ് എന്ന് എഴുതി നമുക്ക് ഇവിടെ കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് അടുത്ത എക്സസൈസിലുണ്ട്. അതായത് ആ സമയത്ത് അത് പറഞ്ഞുതരാം. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത്രയും ഓർക്കുക. ഈ x is equal to -b ± √b² - 4ac ഹോൾ ഡിവൈഡ് ബൈ 2a. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. അതിലെ റൂട്ടിനകത്തെ വാല്യൂ ഈ b² - 4ac അത് മൈനസ് വരികയാണെങ്കിൽ, <0 വരികയാണെങ്കിൽ റിയൽ റൂട്ട്സ് അല്ലെങ്കിൽ റിയൽ സൊല്യൂഷൻസ് കിട്ടത്തില്ല. അവിടെ കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. മനസ്സിലായല്ലോ? ഈ എക്സസൈസ് 4.3 ആണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, നിങ്ങൾ അതിന്റെ ലാസ്റ്റ് നോക്കിക്കേ, ബൈ ദ മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ നമുക്ക് പരീക്ഷയ്ക്ക് ഈ വർഷം വേണ്ടാത്തതാണ്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. തൊട്ടു മുകളിലത്തെ ക്വസ്റ്റ്യൻ, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, നേരിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ പാർട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യമേ ഇതിന്റെ എയും ബിയും സിയും എടുത്തെഴുതണം. ഈ x² കൂടെ വരുന്ന ടേം ആണ് a അല്ലേ? അപ്പൊ ഇവിടെ a എത്രയാണ്? a is equal to 2, b is equal to -7, c is equal to 3 ആണല്ലോ. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ b² - 4ac ഒന്ന് ചെയ്ത് നോക്കണം, അതായത് ഡിസ്ക്രിമിനന്റ്. സോ d is equal to b² - 4ac നമുക്ക് ആദ്യമേ ഒന്ന് ചെയ്യാമേ. എത്ര b²? b കണ്ടോ -7 ആ. സോ -7 the whole square - 4ac അല്ലേ? ദാറ്റ് ഈസ്
-7 the whole square minus 4 into a എത്രയാണ് 2 into c എത്രയാണ് 3. എത്ര -7 the whole square മൈനസ് the whole square എന്ന് പറഞ്ഞാൽ പ്ലസ് ആ. സോ 7 -7 the whole square എന്ന് പറഞ്ഞാലും 7 the whole square എന്ന് പറഞ്ഞാലും സെയിം ആ. അതെത്ര 49 മൈനസ് 4 into 2 8 into 3 24 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 25. നോക്കിക്ക് എത്ര ഡി കിട്ടിയത് 25 അല്ലേ കിട്ടിയത്. ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ? ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. ഈ ഡിസ്ക്രിമിനന്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടണം. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. നോ റിയൽ സൊല്യൂഷൻസ് ആണ്. അപ്പൊ ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി ചെയ്യേണ്ട കാര്യമുള്ളൂ. മനസ്സിലായോ? നമ്മൾ ഡി ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ കൊണ്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. സോ ഫോർമുല ഏതാണ്? x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a. So minus b എത്രയാണ് -7. So -7 plus or minus root of b square minus 4ac ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്ര b square minus 4ac 25 whole divided by 2a. 2 എന്ന് പറഞ്ഞാൽ 2 into a എത്ര 2. So minus 7 plus or minus എത്ര root of 25 5 whole divided by 2 into 2 4 ആണല്ലോ. സോ എത്ര വരും 7 plus 5 by 4 അതിനെ സെപ്പറേറ്റ് ചെയ്യാം. 7 minus 5 by 4 അല്ലേ. 7 5 12 12 by 4 ഉണ്ട്. 7 minus 5 എത്ര 2 by 4 ആണല്ലോ. 4 12 ക്യാൻസൽ ചെയ്ത് 3 വരും. 2 4 ക്യാൻസൽ ചെയ്ത് 1 by 2 വരും. സോ ഇത് രണ്ടുമാണ് നമ്മുടെ സൊല്യൂഷൻസ്. x is equal to 3, x is equal to 1 by 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യമേ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എഴുതാം. എക്സ് സ്ക്വയറിന്റെ കൂടെ വരുന്നതാണ് എ. എക്സിന്റെ കൂടെ വരുന്ന ടൈം കണ്ടോ അതിവിടെ 1 അല്ലേ. അതാണ് നമ്മുടെ ബി. പിന്നെ കോൺസ്റ്റന്റ് ടൈം അതാണ് നമ്മുടെ സി. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കണം. എന്താ ഡിസ്ക്രിമിനന്റ്? ബി സ്ക്വയർ മൈനസ് 4ac ആണ് ആദ്യം ചെയ്യേണ്ടത്. ബി സ്ക്വയർ എത്ര 1 സ്ക്വയർ മൈനസ് 4 into a. എത്രയാണ് 2 into c എത്രയാണ് -4 അല്ലേ. 1 മൈനസ് 4 into 2 8 അല്ലേ. 8 into -4 ആ. സോ 8 into 4 എന്ന് പറഞ്ഞാൽ 32 ആണ്. 8 into -4 എന്ന് പറയുന്നത് -32. സോ 1 മൈനസ് മൈനസ് എത്രയാണത് 1 പ്ലസ് 32 എത്രയാണ് 33 ആണ്. നമ്മൾ എന്താ നോക്കേണ്ടത്? മൈനസ് ആണോ നോക്കണം. ഇവിടെ മൈനസ് അല്ലല്ലോ, ഗ്രേറ്റർ ദാൻ 0 അല്ലേ. ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ എന്ത് എഴുതണം ഇവിടെ? മൈനസ് ബി. ഏത് വരും? മൈനസ് ബി എത്രയാണ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac ഇവിടെ കിട്ടി. ഹോൾ ഡിവൈഡ് ബൈ 2 into a. a എത്ര 2 is equal to -1 plus or minus root of 33 whole divided by 2 into 2 4. ഇത്രയും എഴുതിയാൽ മതിയാകും. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെന്നുള്ളവർ ആദ്യമേ ഈ -1 പ്ലസ് എഴുതുക. പ്ലസ് റൂട്ട് ഓഫ് 33 by 4 എന്ന് എഴുതാം. അതേപോലെ ആൻഡ് -1 മൈനസ് റൂട്ട് ഓഫ് 33 by 4 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. ഇത് രണ്ടും നമ്മുടെ ആൻസേഴ്സ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ മൂന്നാമത്തെ പാർട്ട് പതിവ് പോലെ നമ്മൾ എയും ബിയും സിയും എഴുതണം. ബി കണ്ടോ എക്സിന്റെ കൂടെയുള്ള ടൈം ഏതാ 4√3 ആണ്. ആദ്യമേ ചെയ്യേണ്ടത് ബി സ്ക്വയർ മൈനസ് 4ac. അപ്പൊ എന്താ ബി സ്ക്വയർ? ബിയുടെ സ്ക്വയർ അല്ലേ. 4√3 the whole square minus 4 into a 4 into c 3 അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ 4√3 the whole square എത്രയാണത് 4ന്റെ സ്ക്വയർ 16 into √3യുടെ സ്ക്വയർ 3 മൈനസ് 4 into 4 16 into 3 48 അല്ലേ. സോ 16 into 3 എത്ര 48 മൈനസ് 48. ആൻസർ എത്രയാണ് 0. 0 വന്നാൽ നമുക്ക് പ്രശ്നമില്ല. 0യിൽ താഴെ വന്നാലാണ് പ്രശ്നം കേട്ടോ. 0 വന്നാൽ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. 0യിൽ താഴെ വന്നാലേ ഉള്ളൂ നമുക്ക് റിയൽ റൂട്ട് കിട്ടാത്തത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ബി. ഏതാ മൈനസ് ബി? മൈനസ് ബി എത്ര 4√3 പ്ലസ് ഓർ മൈനസ്
റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. കണ്ടോ, ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എത്രയാണ് 4 അല്ലേ. സോ മൈനസ് 4 റൂട്ട് 3 ബൈ 2 ഇൻറ്റു 4. ഈ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 0 0 ആണല്ലോ. സോ ഈ പ്ലസ് 0 എന്ന് വെറുതെ എഴുതേണ്ട കാര്യമില്ല. ഇവിടുന്ന് 4ഉം 4ഉം ക്യാൻസൽ ആകും അല്ലേ. സോ മൈനസ് റൂട്ട് 3 ബൈ 2 ആണ് നമ്മുടെ ആൻസർ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, ഡിഗ്രി 2 ആ. സോ ഡിഗ്രി 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സൊല്യൂഷൻസ് വേണം? 2 സൊല്യൂഷൻസ് വേണം. ഇവിടെ ഒരു സൊല്യൂഷനെ കിട്ടിയുള്ളൂ. സോ ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് ഈ D0 ആകുന്ന കേസിൽ നമുക്ക് ഒരു സൊല്യൂഷനെ കിട്ടുകയുള്ളൂ. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇപ്പം കിട്ടിയ ഈ ആൻസർ ഉണ്ടല്ലോ, ഏതാണത്? മൈനസ് റൂട്ട് 3 ബൈ 2 അല്ലേ. അത് തന്നെ ഒന്നുകൂടെ എഴുതി വെക്കണം കേട്ടോ, മൈനസ് റൂട്ട് 3 ബൈ 2. ഇത് രണ്ടുമാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത എക്സസൈസിൽ പറയുന്നുണ്ട്. ഇങ്ങനെ വരുന്ന റൂട്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് റിപ്പീറ്റഡ് റൂട്ട്സ്. ഇതിനെക്കുറിച്ച് അടുത്ത എക്സസൈസിൽ വിശദമായിട്ട് പറയാം. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ 4ാമത്തെ പാർട്ട് പതിവ് പോലെ നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുന്നു. സോ ബി സ്ക്വയർ എത്രയാണത്? 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ അല്ലേ, 2 ഇൻറ്റു 4. ദാറ്റ് ഈസ് 1 മൈനസ് 4 ഇൻറ്റു 2, 8 ഇൻറ്റു 4, 32. ദാറ്റ് ഈസ് മൈനസ് 31. കണ്ടോ, ഇവിടെ ഡി എന്ത് വന്നു? മൈനസ് 31 വന്നു. എന്താ മൈനസ് 31 എന്ന് പറഞ്ഞാല്, ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലെസ് ദാൻ 0 ആണ്. കണ്ടോ, ഈ ലെസ് ദാൻ 0 വരുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം? നോ റിയൽ സൊല്യൂഷൻസ്. മനസ്സിലായോ? പിന്നീട് നമുക്ക് ഈ ഫോർമുല ഒന്ന് എഴുതി ബാക്കി ചെയ്യേണ്ട കാര്യമില്ല. നോ റിയൽ സൊല്യൂഷൻസ് എന്ന് എഴുതി നമുക്ക് ഈ ആൻസർ ക്ലോസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് 1 ബൈ എക്സ് ഈസ് ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുണ്ടോ, ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമില അല്ല, ഒരു സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമില അല്ല. നമ്മൾ ആദ്യം ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. അപ്പൊ അതിന് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ, LCM എടുക്കണം. സോ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ LCM താഴെ എക്സ് ആണല്ലോ, ഈസ് ഈക്വൽ ടു 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, എക്സ് സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 3x. ഈ 3x ഇപ്പുറത്ത് കൊണ്ടുവന്നേ, എക്സ് സ്ക്വയർ മൈനസ് ഈ 3x ഇപ്പുറത്ത് വരുമ്പോ 3x. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. എ എഴുതാമല്ലോ, എയും ബിയും സിയും. ബി ഈസ് ഈക്വൽ ടു മൈനസ് 3, സി ഈസ് ഈക്വൽ ടു മൈനസ് 1. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡി കണ്ടുപിടിക്കണം. എന്താ ഡി? ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കണം. മൈനസ് ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യണം. മൈനസ് 3 the whole square minus 4 into minus 3 the whole square 9 minus 4 into 1 4 into അല്ലേ plus 4 is equal to 13. greater than 0 ആണല്ലോ. less than 0 ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. മൈനസ് ബി എത്ര? മൈനസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac നമ്മളിവിടെ കണ്ടുപിടിച്ചതാണല്ലേ, 13 ഹോൾ ഡിവൈഡ് ബൈ 2a. 2 ഇൻറ്റു എ എത്രയാണ്? 1. സോ മൈനസ് മൈനസ് എത്ര? പ്ലസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 13 ബൈ 2. ഇതാണ് നമ്മുടെ ആൻസർ. നേരത്തെ ഒരു ക്വസ്റ്റ്യന് പറഞ്ഞതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മുറിച്ച് 2 ആക്കിക്കോ. ഹോൾ ഡിവൈഡ് ബൈ 2, 3 മൈനസ് റൂട്ട് ഓഫ് 13 ബൈ 2. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ട് ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, ഇത് വളരെ വലിയൊരു എക്സ്പ്രഷൻ ആണ്. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. സോ LCM എടുക്കണം ആദ്യം. എത്ര വരും? എക്സ് മൈനസ് 7. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ്, ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര വരും? എക്സ് പ്ലസ് 4. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഹോൾ ഡിവൈഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. എത്ര വരും അത്? എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 7 ഈസ് ഈക്വൽ ടു 11 ബൈ 30. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാമോ? എക്സ് മൈനസ് 7 മൈനസ് എക്സ് മൈനസ് 4 ഡിവൈഡ് ബൈ താഴെയോ, ഈ താഴത്തേതിനെ എക്സ്പാൻഡ് ചെയ്യണം, ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണം. സോ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ 4 മൈനസ് 7 എത്ര? മൈനസ് 3 വരുമല്ലോ, മൈനസ് 3x. 4 ഇൻറ്റു മൈനസ് 7 മൈനസ് 28. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര്
നേരിട്ട് ഈ ഓരോ ടേമും എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. ഈസ് ഈക്വൽ ടു 11/30. ഈ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആകും. -7 -4 -11/x² - 3x - 28 ഈസ് ഈക്വൽ ടു 11/30 അല്ലേ. ഇവിടുന്ന് കണ്ടോ, ഇവിടെ ഒരു പ്ലസ് ഇലോണും ഇവിടെ ഒരു മൈനസ് ഇലോണും ക്യാൻസൽ ആയി ബാക്കി ഒരു -1 വരും. സോ ഇവിടുന്ന് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 30 × -1 -30 ഈസ് ഈക്വൽ ടു, ഇതിന് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ, x² - 3x - 28. ഈ -30 ഈക്വൽസിന്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് എത്ര വരും? x² - 3x - 28 -30 ഇപ്പുറത്ത് വരുമ്പോ +30 അല്ലേ, ഈസ് ഈക്വൽ ടു 0 ആണ്. -30 ഇപ്പുറത്ത് വരുമ്പോ അത് ഇവിടെ തന്നെ ഇടണമെന്നില്ല, വിട്ടാലും മതി. സോ x² - 3x - 28 +30 +2 ഈസ് ഈക്വൽ ടു 0. എയും ബിയും സിയും എഴുതുക. ഫോർമുല എഴുതാൻ മറക്കല്ല. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും -b എത്ര? -3 ± √b² അല്ലെ, -3 the whole square -4 × AC 1 × 2 whole divided by 2a അല്ലെ. So -3 3 ± √-3 the whole square 9 4 × 1 8 whole divided by 2. ഞാൻ നേരിട്ട് ഈ സ്റ്റെപ്പ് അങ്ങ് എഴുതി. b² - 4ac ഇവിടെ അങ്ങ് ചെയ്തു. നിങ്ങൾ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് എഴുതിക്കോ. സോ 3 ± √9 - 8 എന്ന് പറഞ്ഞാൽ 1 ആ. √1 എന്ന് പറഞ്ഞാൽ 1/2. ദാറ്റ് ഈസ് 3 + 1 അല്ലേ. 3 + 1/2 3 - 1/2. 3 + 1 എത്ര? 4/2. 3 - 1 2/2. എത്ര വരും? 2 1. സോ വളരെ സിമ്പിൾ ആണ്, ചെയ്ത് പ്രാക്ടീസ് ആകണം കേട്ടോ. നമ്മൾ ചെയ്തു വന്ന എക്സസൈസ് 4.3 സ്റ്റെപ്പ് പ്രോബ്ലംസ്, വേർഡ് പ്രോബ്ലംസ് ആയിരുന്നു ചെയ്യാനുള്ളത്. സോ 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാമേ. ക്വസ്റ്റ്യൻ നമ്പർ 4. 4ാമത്തെ ക്വസ്റ്റ്യനിലെ റഹ്മാൻ എന്നുള്ള ഒരാളുടെ ഏജിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ഈ റഹ്മാൻ എന്നുള്ള ഒരാളുടെ പ്രായം കണ്ടുപിടിക്കാൻ. ലാസ്റ്റ് ലൈൻ കണ്ടോ, ഫൈൻഡ് ഹിസ് പ്രസന്റ് ഏജ്. റഹ്മാൻ എന്നുള്ള ആളുടെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അദ്ദേഹത്തിന്റെ 3 വർഷം മുമ്പത്തെ പ്രായത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, 3 years ago, his age 3 years ago and 5 years from now, 5 വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രായത്തെ കുറിച്ചൊക്കെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റഹ്മാൻ എന്നുള്ള ആളുടെ ഇപ്പോഴത്തെ പ്രായമാണ്. സോ നമ്മൾ അത് എഴുതി തുടങ്ങാം. നമ്മൾ റഹ്മാന്റെ ഇപ്പോഴത്തെ പ്രായം എക്സാക്ട് എടുക്കുന്നു. മനസ്സിലായോ? റഹ്മാന്റെ ഇപ്പോഴത്തെ പ്രായം നമ്മൾ എക്സാക്ട് എടുക്കുന്നു. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടോ, 3 years ago, 3 വർഷം മുമ്പത്തെ അദ്ദേഹത്തിന്റെ പ്രായത്തെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 3 years ago. ഇതേപോലെ തന്നെ 5 വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രായത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രായം, ഈ റഹ്മാൻ എന്ന് പറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ പ്രായം x years ആണെന്നിരിക്കട്ടെ. 3 വർഷം മുമ്പത്തെ അദ്ദേഹത്തിന്റെ പ്രായം എത്ര ആയിരിക്കും? 3 വർഷം മുമ്പത്തെ അദ്ദേഹത്തിന്റെ പ്രായം, ഇപ്പോഴത്തെ പ്രായമായ x അല്ലേ, അതിനേക്കാളിലും 3 വയസ്സ് കുറവായിരിക്കും അല്ലേ. ഇപ്പൊ അദ്ദേഹത്തിന് x years ഉണ്ടെങ്കിൽ, ഇപ്പൊ അദ്ദേഹത്തിന് 30 വയസ്സുണ്ടെങ്കിൽ 3 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ പ്രായം എത്ര ആയിരിക്കും? 30 - 3 ദാറ്റ് ഈസ് 27 years ആയിരിക്കും അല്ലേ. സോ ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രായം x years ആണെങ്കിൽ 3 വർഷം മുമ്പത്തെ അദ്ദേഹത്തിന്റെ പ്രായം എത്ര ആയിരിക്കും? x - 3 years. മനസ്സിലായോ? ഇതേപോലെ 5 years from now എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ലൈനിൽ. നിങ്ങളെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറിയാം കണ്ടോ, ആൻഡ് 5 years from now അല്ലെ, 5 വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രായം എത്ര ആയിരിക്കും? അത് ഇപ്പോഴത്തെ പ്രായം x അല്ലേ, അതിന്റെ കൂടെ എത്രയോടെ കൂട്ടണം? 5 വർഷം കൂടെ കൂട്ടണം. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദ സം ഓഫ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ സം കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ദ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് റഹ്മാൻസ് ഏജ് 3 years ago and 5 years from now എന്ന് പറഞ്ഞാൽ 3 വർഷം മുമ്പത്തെ അദ്ദേഹത്തിന്റെ പ്രായം ഇതല്ലേ, അത് ഏതാണത്? x - 3. അതിന്റെ റെസിപ്രോക്കൽ എഴുതണം. ഇതേപോലെ 5 വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രായം ഏതാണത്? x + 5. അതിന്റെ റെസിപ്രോക്കൽ എഴുതണം. ഈ 2 റെസിപ്രോക്കൽ കൂടി കൂട്ടണം. ഈ 2ന്റെ റെസിപ്രോക്കൽ എന്തുവാ? 2ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/2 ആ. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുമ്പത്തെ അദ്ദേഹത്തിന്റെ പ്രായം x - 3 അല്ലേ, അതിന്റെ റെസിപ്രോക്കൽ എത്ര ആയിരിക്കും? 1/x - 3. അതേപോലെ
5 വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രായം ഏതാ? x+5 അല്ലേ? അതിന്റെ റെസിപ്രോക്കൽ എത്ര വരും? 1/x+5. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കണ്ടോ, the sum of the reciprocals of Rahman's age 3 years ago and 5 years from now is 1/3 എന്നാ പറയുന്നത്. അതായത് ഈ രണ്ട് റെസിപ്രോക്കൽ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ അത് എത്ര ആയിരിക്കുമെന്ന്? 1/3 ആയിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പെർസെന്റേജ്, ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് വളരെ എളുപ്പമാണ്. ഇവിടുന്ന് എൽസിഎം കണ്ടുപിടിക്കുക, സിംപ്ലിഫൈ ചെയ്യുക. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഇത്തരം എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ. നിങ്ങളത് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പഠിച്ചിട്ടില്ലേ? സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൂട്ടത്തിൽ ചെയ്തോ. സോ നിങ്ങളും ചെയ്തു തുടങ്ങിക്കോ, ഞാനും കൂട്ടത്തിൽ ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബോർഡായിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മളിവിടെ എൽസിഎം എടുക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് എൽസിഎം, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് എൽസിഎം എടുക്കണം. സോ ഇതിങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? x+5 പ്ലസ് ഇതിങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? x-3 ഹോൾ ഡിവൈഡ് ബൈ എൽസിഎം അല്ലേ? എത്രയാണത്? x-3 ഇൻറ്റു x+5 അല്ലേ? is equal to 1/3. So x plus x എത്ര വരും? 2x 5 - 3 plus 2 divided by ഈ താഴത്തെ ബ്രാക്കറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം അല്ലേ? സോ എത്ര വരും? അത് എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. x² പ്ലസ് 5 - 3 2x -15 to 1/3. നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ x² പ്ലസ് 2x - 15 അല്ലെ? ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 1. എത്രയാണത്? x² പ്ലസ് 2x - 15 is equal to ഇവിടുന്ന് ഇങ്ങോട്ട് 3 × 2x 6x പ്ലസ് 3 × 2 6. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാമോ ഇതിനെ? ഈ 6x ഇപ്പുറത്ത് കൊണ്ടുവരണം, ഈ 6 ഇപ്പുറത്ത് കൊണ്ടുവരണം. സോ x² പ്ലസ് 2x അല്ലേ? ഈ 6x ഇപ്പുറത്തോട്ട് വരുമ്പം -6x, ഇവിടെ ഒരു -15 ഉണ്ട്. ഈ 6 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അതും മൈനസ് ആവും അല്ലേ? -6 is equal to 0. സോ x² ഇവിടെ 2x -6x എത്ര വരും? -4x. -15 -6 എത്ര? -21 is equal to 0. ഒരു ഇക്വേഷൻ കിട്ടി. ഒന്നെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യാം. രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ -4 വരണം അല്ലെ? പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -21 വരണം. ഏതായിരിക്കും അത്? x-7 അല്ലേ ഇൻറ്റു x+3 is equal to 0 ആണല്ലോ. സോ x is equal to 7, x is equal to -3. നമ്മളോട് എക്സിന്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത് റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളുടെ പ്രായമാണ്. കണ്ടോ, അതാണ് എക്സ്. നമ്മൾ പ്രായം പറയുമ്പോഴേ അതൊരിക്കലും എന്താവത്തില്ല, അതൊരിക്കലും മൈനസ് ആവത്തില്ല. കണ്ടോ, ഇവിടെ x is equal to -3 എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രായം ഒരിക്കലും -3 ആവത്തില്ലല്ലോ. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. Therefore x is equal to 7 years അല്ലേ? ഇത്ര മാത്രം എഴുതിയ പോരാ. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് ദ പെർസെന്റേജ് ഓഫ് റഹ്മാൻ ആണേ. അപ്പൊ അങ്ങനെയാണ് എഴുതണം കേട്ടോ. Therefore the percentage of Rahman is equal to 7 years. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും അതും വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷെഫാലി എന്നൊരാൾക്ക് മാത്സിനും ഇംഗ്ലീഷിനും കിട്ടിയ മാർക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. കണ്ടോ, സം ഓഫ് ഷെഫാലീസ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഈസ് 30. ഇംഗ്ലീഷിനും മാത്സിനോടെ കിട്ടിയ മാർക്ക് 30 ആണ്. ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ലൈൻ കണ്ടോ, ഫൈൻഡ് ഹെയർ മാർക്സ് ഇൻ ദ 2 സബ്ജക്ട്സ്. മനസ്സിലായോ? ഇംഗ്ലീഷിന് കിട്ടിയ മാർക്കും കണ്ടുപിടിക്കണം, മാത്സിന് കിട്ടിയ മാർക്കും കണ്ടുപിടിക്കണം. നമ്മൾ മാത്സിന് കിട്ടിയ മാർക്ക് x എന്നും ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് y എന്നും എടുക്കാം. ക്വസ്റ്റ്യൻ എന്തോ പറഞ്ഞത്? ഫസ്റ്റ് ലൈൻ, ദ സം ഓഫ് ഷെഫാലീസ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഈസ് 30. മനസ്സിലായോ? ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് പ്ലസ് മാത്സിന് കിട്ടിയ മാർക്ക്, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ കണ്ടോ, സം ഓഫ് എന്നാ പറഞ്ഞത്. 2 മാർക്കും കൂടെ ചേരുമ്പോൾ, അതായത് ഇപ്പം മാത്സിന് കിട്ടിയ മാർക്ക് x അല്ലേ, ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് y അല്ലേ, ഇതിന്റെ സം എടുക്കണം.
ഇതിന്റെ സം എടുക്കുമ്പോൾ എത്ര വരുമെന്ന്? 30 വരുമെന്ന്. ഇവിടുന്ന് നമുക്ക് ഒന്നെങ്കിൽ എക്സിന്റെ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാമേ. ഒന്നെങ്കിൽ എക്സിന്റെ അല്ലെങ്കിൽ വൈയുടെ. നമുക്ക് ഇവിടുന്ന് വൈയുടെ വാല്യൂ എത്ര കണ്ടുപിടിക്കാം? 30 മൈനസ് എക്സ് അല്ലേ? ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1. ബാക്കി പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അടുത്ത ലൈൻ, ഹാഡ് ഷീ ഗോട്ട് 2 മാർക്സ് മോർ ഇൻ മാത്തമാറ്റിക്സ്. മാത്സിന് ശരിക്കും കിട്ടിയ മാർക്ക് എത്ര? എക്സ് അല്ലേ? ആ മാത്സിന് എത്ര മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ? 2 മാർക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ അല്ലെ? ഹാഡ് ഷീ ഗോട്ട് 2 മാർക്സ് മോർ ഇൻ മാത്തമാറ്റിക്സ്. മാത്സിന് 2 മാർക്ക് കൂടുതൽ കിട്ടുകയും അതേപോലെ 3 മാർക്സ് ലെസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന്റെ മാർക്ക് എത്ര? വൈ അല്ലേ? ഇംഗ്ലീഷിൽ നിന്ന് ഒരു 3 മാർക്ക് കുറയുകയും ചെയ്തിരുന്നെങ്കിൽ, മനസ്സിലായോ? മാത്സിന് ഒരു 2 മാർക്ക് കൂടുതൽ കിട്ടുകയും ഇംഗ്ലീഷിന് ഒരു 3 മാർക്ക് കുറവ് കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ ബാക്കി the product of their marks would have been 210. ഇപ്പം കിട്ടിയ ഈ 2 മാർക്സ് ഉണ്ടല്ലോ, ഈ മാത്സിന് കിട്ടിയ മാർക്ക് x+2ഉം ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് ഇപ്പം കിട്ടുന്ന മാർക്ക് y-3. ഇതിന്റെ പ്രോഡക്റ്റ് എടുത്തായിരുന്നെങ്കിൽ എന്ത് കിട്ടിയേനെന്ന്? 210 കിട്ടിയേനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. മാത്സിന്റെ മാർക്ക് എക്സ് ആയിരുന്നു, ഇംഗ്ലീഷിന്റെ മാർക്ക് വൈ ആയിരുന്നു. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മാത്സിന് ഒരു 2 മാർക്ക് കൂടുതൽ കിട്ടുകയും ഇംഗ്ലീഷിന് ഒരു 3 മാർക്ക് കുറവ് കിട്ടുകയും ചെയ്യുന്നു. അതിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നു. ഈ 2 മാർക്സിന്റെ കൂടെ പ്രോഡക്റ്റ് എടുത്താൽ എത്ര വരുമെന്ന്? 210 വന്നേനെ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഈ മാത്സിന് കിട്ടിയ മാർക്കും അതേപോലെ ഇംഗ്ലീഷിന് കിട്ടിയ മാർക്കും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ x+2 ഇതിനെ അതേപോലെ എഴുതാമേ. x+2 ഇൻറ്റു y. കണ്ടോ? നമുക്കിവിടെ y കിട്ടി. എത്ര? y 30 മൈനസ് എക്സ്. പിന്നെ ഇവിടെ എന്തുണ്ട്? -3. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുമെന്ന്? 210. സോ x+2 ഇൻറ്റു 30 മൈനസ് 3 എത്ര വരും? അത് 3 ആണല്ലേ? 27 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 210. കണ്ടോ? നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടിയില്ല. ഇതിന്റെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. എന്നിട്ട് ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് സോൾവ് ചെയ്യണം. ഇനിയുള്ള പോർഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്കും കൂടെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൂട്ടത്തിൽ ചെയ്തോ. ഞാൻ എന്തായാലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സ്ക്രീനിലോട്ട് നോക്കിയാൽ മതിയാവും. നമ്മളിവിടെ ഇതിന്റെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ ഇത് കണ്ടോ, ഇവിടുത്തെ ഫസ്റ്റ് ടൈം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു 27 എത്ര വരും? 27x അല്ലേ? പിന്നെ എക്സ് ഇൻറ്റു -x -x². 2 ഇൻറ്റു 27 എത്ര വരും? 54. 2 ഇൻറ്റു -x -2x. ഈ 210 ഇപ്പുറത്തുണ്ടെന്നേ. -210 is equal to 0. സോ ഇവിടെ കണ്ടോ -x². ഇവിടെ ഒരു 27x ഉണ്ട്, ഇവിടെ ഒരു -2x ഉണ്ട്. എത്ര വരും? +25x. ഇവിടെ ഒരു 54 ഉണ്ട്, ഇവിടെ ഒരു -210 ഉണ്ട്. 10 - 4 6. 21 -20 -5. ഇവിടെ ഈ മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് ഒരു മൈനസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും? x² -25x +156 is equal to 0. ഇപ്പോൾ ഈ ഫാക്ടറൈസേഷൻ ബുദ്ധിമുട്ടുള്ളവരെ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോർമുല അങ്ങ് ചെയ്യണം കേട്ടോ. ഈ ഫാക്ടറൈസേഷൻ പാടുള്ള ആളുകളെല്ലാം തന്നെ ഈ ഫോർമുല വെച്ച് കണക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇവിടെ a1 കൊടുക്കണം, b -25 കൊടുത്ത് c 156 കൊടുത്ത് x is equal to -b + or - √b² - 4ac/2a. അങ്ങനെ വെച്ച് നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലാതെ ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ. 2 നമ്പേഴ്സ് കൂട്ടുമ്പം 156 വരണം, അല്ല 25 വരണം അല്ലേ? പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 186 അങ്ങനെ 13 12 ആയിരിക്കും. 13 12 156. ശരി. അപ്പൊ നമുക്കിവിടെ ഇതിനെ x- അല്ലെങ്കിൽ x²
13x minus 12x plus 156 is equal to 0. X into x minus 13 minus 12 into x minus 13 is equal to 0. ഇവിടുന്ന് x minus 13 into x minus 12 is equal to 0. So x is equal to 13, x is equal to 2. കിട്ടിയ വളരെ ഈ ആൻസർ കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കണ്ടോ എക്സിന് 2 വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മള് എക്സിന്റെ 2 വാല്യൂസും ഇട്ട് കൊടുക്കണം ഈ വൈയിൽ കേട്ടോ. രണ്ടിടത്തും ഈ 2 വാല്യൂസ് ഇട്ട് കൊടുക്കണം. സോ എക്സ് ഈസ് ഈക്വൽ ടു 13 കൊടുക്കണം, അതേപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 12 കൊടുക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 13 വരുമ്പോൾ വൈ എത്ര ആയിരിക്കും? വൈ എന്ന് പറഞ്ഞാൽ 30 മൈനസ് 13 അല്ലേ, എത്രയാണത്? 17 ആയിരിക്കും. ഇതേപോലെ എക്സ് ഈസ് ഈക്വൽ ടു 12 ആകുമ്പോൾ വൈ എത്ര? വൈ ഈസ് ഈക്വൽ ടു 30 മൈനസ് 12 ഈസ് ഈക്വൽ ടു 18. അപ്പൊ നമുക്ക് ഷെഫാലിയുടെ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ആ മാർക്സ് ഒന്നെങ്കിൽ അത് മാത്സിന് 13 ഇംഗ്ലീഷിന് 17 ആകും, അല്ലെങ്കിൽ മാത്സിന് 12 ഇംഗ്ലീഷിന് 18 ആകും. ഇത് രണ്ടിൽ ഏത് ആൻസർ വേണമെങ്കിലും വരാം. മനസ്സിലായോ? 2 ആൻസറും കറക്റ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്, പഠിച്ചു വേണം. ഈ 6ാമത്തെ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ദ ഡയഗണൽ ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്കൊരു റെക്ടാങ്കുലർ ഉണ്ട് അല്ലെ, റെക്ടാങ്കിൾ ഉണ്ട്, പിന്നെ അതിന്റെ ഡയഗണലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ റെക്ടാങ്കിളും അതിന്റെ ഡയഗണലും വരയ്ക്കുന്നു. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ദ ഡയഗണൽ ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ് ഈസ് 60 meters മോർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ് അല്ലേ. അപ്പം ഇതിലെ ഈ റെക്ടാങ്കിളിന്റെ ഷോർട്ടസ്റ്റ് സൈഡ് ഏതാ? ഏറ്റവും നീളം കുറഞ്ഞ സൈഡ് ഈ ഒരു സൈഡാണോ അതോ ഇതാണോ? ബി സി ആണോ? അല്ലെങ്കിൽ ബി സി അല്ലെങ്കിൽ എ ഡി, ഇതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് സൈഡ്. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുക ദ ഡയഗണൽ ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ് ഈസ് 60 meters മോർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ്. ഈ ഷോർട്ടസ്റ്റ് സൈഡ് എക്സ് ആണെന്നിരിക്കട്ടെ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷോർട്ടസ്റ്റ് സൈഡിനേക്കാളും എത്ര കൂടുതലാണെന്ന്? 60 meters മോർ ആണെന്ന്, കൂടുതലാണ്. അപ്പൊ ഷോർട്ടസ്റ്റ് സൈഡ് എക്സ് അല്ലേ, അതിനേക്കാളിലും എത്ര കൂടുതലാണ് ഡയഗണൽ? 60 meters മോർ അല്ലേ. തീർന്നോ? ഇല്ല. അടുത്ത ലൈൻ, ഇഫ് ദ ലോങ്ങർ സൈഡ് ഈസ് 30 meters മോർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ്. ഇതാണല്ലോ ഷോർട്ടസ്റ്റ് സൈഡ്, അതിനേക്കാളിലും എത്ര കൂടുതലാണ്? 30 meter കൂടുതലാണ് ലോങ്ങർ സൈഡ് അല്ലെ. ലോങ്ങർ സൈഡ് ഈസ് 30 meters മോർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ് അല്ലെ. ഷോർട്ടസ്റ്റ് സൈഡിനേക്കാളും 30 meter കൂടുതലാണ് ലോങ്ങർ സൈഡ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ഫീൽഡ് അല്ലെ. ഈ ഫീൽഡ്, ഈ റെക്ടാങ്കിളിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ, അതായത് എ ബിയും ബി സിയും അല്ലെങ്കിൽ സി ഡി അല്ലെങ്കിൽ എ ഡി, ഈ സൈഡ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു റെക്ടാങ്കിൾ അല്ലേ, റെക്ടാങ്കിൾ എന്ന് അവർ തന്നിട്ടുണ്ടല്ലേ. റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം പറഞ്ഞ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു പിന്നെ ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ അല്ലേ. ഏതാ ബി ഡി? ബി ഡി എന്ന് പറഞ്ഞാൽ കണ്ടിതാ ബി ഡി അല്ലേ. എന്ത് വരുന്നത്? എക്സ് പ്ലസ് 60 the whole square is equal to BC. BC ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് സി ഡി ഏതാണ്? എക്സ് പ്ലസ് 30 the whole square. രണ്ട് സൈഡിലെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, പിന്നെ ഇതിനെ സോൾവ് ചെയ്യാം. സോ ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമുല. അപ്പൊ നമുക്കിതിനെ എക്സ് സ്ക്വയർ പ്ലസ് 2ab 2 into 60 120x പ്ലസ് 60 സ്ക്വയർ എത്രയാണത്? 3600 is equal to, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് പ്ലസ് 30 ദ ഹോൾ സ്ക്വയർ എത്രയാണത്? എക്സ് സ്ക്വയർ പ്ലസ് 60x പ്ലസ് പിന്നെ 30 സ്ക്വയർ അല്ലേ, എത്രയാണത്? 900. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു എക്സ് സ്ക്വയറും ഇവിടെ ഒരു എക്സ് സ്ക്വയറും ക്യാൻസൽ ആകും.
ബാക്കി ഈ 3600 അപ്പുറത്ത് കൊണ്ടുപോകണം. അതേപോലെ ഈ 120x അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പം ഇതൊന്ന് എഴുതാമല്ലോ. എന്താ ഇവിടെ ഉള്ളത്? നമുക്ക് x² പ്ലസ് 60x പ്ലസ് 900. ഈ 120x അപ്പുറത്ത് കൊണ്ടുപോകാം. -120x. 3600 അപ്പുറത്ത് കൊണ്ടുപോകും. -3600 അല്ലേ? 3600 is equal to 0. So x², ഇവിടെ ഒരു +60 ഉണ്ട്, ഇവിടെ ഒരു -120 ഉണ്ട് അല്ലേ? 60 - 120 -60x അല്ലേ? ഇവിടെ ഒരു 900 ഉണ്ട്, ഇവിടെ ഒരു -300 ഉണ്ട്. -2700 is equal to 0. ഒന്നെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ഉപയോഗിക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 60 വരണം അല്ല, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2700 അല്ലേ? സം ചെയ്യുമ്പോൾ 60, 90 30 ആയിരിക്കും അല്ലെ? 1930 -60, സോ -90 + 30 അല്ലേ? ഇതായിരിക്കും, ആണല്ലോ. 90 × 30 -2. സോ നമുക്ക് എന്ത് പറയാം? ബാക്കി നിങ്ങൾ ചെയ്തു. ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുക. ഫാക്ടറൈസേഷൻ ആണെങ്കിൽ നമുക്ക് x - 90 × x + 30 is equal to 0 വരും. നമുക്ക് ഇവിടുന്ന് x is equal to 90 കിട്ടും. അതേപോലെ x is equal to -30 കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ദൂരമല്ല, ഇതിന്റെ ഈ ഒരു ദൂരമാണ് x. ആ ഡിസ്റ്റൻസ് ഒരിക്കലും എന്താകില്ല? മൈനസ് ആകില്ല. സോ x is equal to -30 ഈസ് നോട്ട് പോസിബിൾ. കാര്യം മനസ്സിലായോ? ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ ദൂരമായിട്ട് വരില്ല. Therefore നമുക്ക് എന്ത് പറയാം? x is equal to 9. അപ്പൊ നമുക്ക് സൈഡ്സ് കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. അപ്പം ബി സി നമുക്കൊന്ന് എഴുതാമല്ലോ. ബി സി എത്രയാണ്? x അല്ലേ? 90. എന്തായിരിക്കും സി ഡി? സി ഡി is equal to x + 30 അല്ലേ? അല്ലേ? എത്ര വരും അത്? 90 + 30 is equal to 120. സോ നമുക്ക് എന്ത് പറയാം? സൈഡ്സിന്റെ നീളം കണ്ടുപിടിക്കാനാ ചോദിച്ചത്. സൈഡ്സ് കിട്ടിയല്ലോ. ഏതൊക്കെ സൈഡ്സ്? 90 and 120 ആണ് നമ്മുടെ സൈഡ്സ്. മനസ്സിലായോ? സോ അവർ ക്വസ്റ്റ്യന് ചോദിച്ച പോലെ തന്നെ നമുക്ക് എഴുതാമേ. അവർ നമ്മളോട് ഷോർട്ടസ്റ്റ് സൈഡാ ചോദിച്ചത്. ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു 90. പിന്നെ ലോങ്ങർ സൈഡ് ചോദിച്ചിരുന്നു അല്ലേ? ലോങ്ങർ സൈഡ് അല്ലേ? ഈസ് ഈക്വൽ ടു 120. യൂണിറ്റ് എഴുതണം, മീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പഠിച്ചോണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തായിട്ട് ചെയ്യേണ്ടത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് the difference of squares of two numbers is 180. The square of the smaller number is 8 times the larger number. Find the two numbers. Okay, അപ്പൊ രണ്ട് നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ലെറ്റ് x and y be the numbers അല്ലേ? ആ ക്വസ്റ്റ്യനിലെ കണ്ടോ ഓർണം? the smaller number is 8 times the larger number എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സും വൈയും നമ്മുടെ നമ്പേഴ്സ് അല്ലേ? നമ്മൾ ഇതിലെ ഒരു നമ്പറിനെ നമ്മള് മറ്റേ നമ്പറിനേക്കാളും വലിയ നമ്പറായിട്ട് എഴുതാം. രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പം അതിലെ വലിയ നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 180. നമ്മുടെ നമ്പേഴ്സ് ഏതാ? എക്സും വൈയും അല്ലേ? അതിന്റെ സ്ക്വയേഴ്സ് ഏതാണത്? x² ഉണ്ട്, y² ഉണ്ട് അല്ലേ? അപ്പൊ ഇതിലെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം അല്ലേ? നമുക്ക് ഇതിന്റെ അതാ പറഞ്ഞു, ഡിഫറൻസ് എന്നാ പറഞ്ഞു. ഇതിൽ ഒരു നമ്പറിൽ നിന്ന് മറ്റേ നമ്പർ കുറയ്ക്കുമ്പം എത്ര വരും? 180 വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? പിന്നെന്താ അടുത്ത ലൈൻ പറഞ്ഞത്? സ്ക്വയർ ഓഫ് ദ സ്മോളർ നമ്പർ. ഇതിൽ ഏതാ സ്മോളർ? കണ്ടോ, നമ്മൾ x > y എന്നല്ലേ എഴുതിയേ. സ്മോളർ ഏതാ? y ആ. അപ്പൊ സ്ക്വയർ ഓഫ് ദ സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറിന്റെ സ്ക്വയർ, y-യുടെ സ്ക്വയർ. The square of the smaller number is 8 times the larger number അല്ലേ? ലാർജർ നമ്പറിന്റെ 8 ടൈംസ് ആണ്. ലാർജർ നമ്പർ ഏതാ? x അല്ലേ? 8x.
അങ്ങനെയാണെങ്കിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യണം. വൈ സ്ക്വയറിന്റെ വാല്യൂ 8x ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ടോ? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? 8x is equal to 180. So x square minus 8x minus 180 is equal to 0. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അപ്പൊ ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾ ചെയ്തോ, ഞാനും കൂട്ടത്തിൽ ചെയ്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബോർഡിൽ നോക്കിയാൽ മതി. എനിക്കിത് ഫാക്ടറൈസേഷൻ ചെയ്യുന്ന കുറച്ചുകൂടി എളുപ്പമേ. നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഫോർമുല ഉണ്ടല്ലോ, നമ്മുടെ x is equal to minus b plus or minus root of b square minus 4ac ആ ഫോർമുല വെച്ച് ചെയ്തു. സോ രണ്ട് നമ്പേഴ്സിന്റെ സം എടുക്കുമ്പം -8 വരണം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -180 വരണം. ഇതൊക്കെ ആയിരിക്കും അത്. 180 ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? 18ഉം 10ഉം ആയിരിക്കും അല്ലയോ? 18ഉം 10ഉം ഇവിടെ മൈനസ് ആണ്. സോ നമുക്കിവിടെ എന്ത് വരും? x minus 18 into x plus 10 is equal to 0 അല്ലേ? ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. x is equal to 18 അല്ലേ? പിന്നെ x is equal to -10. രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ അവർ പോസിറ്റീവ് നമ്പർ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ട് നമ്പേഴ്സ് ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. സോ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് ഒന്ന് എടുത്തു നോക്കണം കേട്ടോ. രണ്ട് കേസും എടുക്കണം. ഏതൊക്കെ കേസുകൾ എടുക്കണം? x is equal to 18 എന്നുള്ള കേസ് എടുക്കണം. അതേപോലെ തന്നെ x is equal to -10 എന്നുള്ള കേസ് എടുക്കണം. അപ്പൊ x is equal to 18 ആണെങ്കിൽ നമുക്ക് y യുടെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. ഇവിടെ കണ്ടോ, ഇവിടെ ഏതാ? y square is equal to 8x ഇല്ലേ? ഈ ഒരു ഫോർമുലക്കകത്ത് എക്സിന്റെ വാല്യൂ ഒന്ന് കൊടുക്കാം. y square is equal to 8 into അല്ലേ? x എത്ര? 18 ആണല്ലോ. സോ y എത്ര ആയിരിക്കും? y square is equal to 144. y is equal to 12 വരും അല്ലേ? y is equal to 12 അല്ലേ? അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ x is equal to -10. ഈ സെയിം ഫോർമുല അല്ലേ? y square is equal to 8x ഇല്ലേ? സോ y square is equal to 8 into x-ന് പകരം ഈ -10 എന്ന് കൊടുക്കാമോ? സോ y square is equal to 8 into -10 -18. എന്താ ഇതിന്റെ അർത്ഥം? ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്തപ്പോൾ അല്ലെ, y എന്നുള്ള നമ്പറിനെ സ്ക്വയർ ചെയ്തപ്പം -80 കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് നമ്പറിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് ഒരു -80 കിട്ടുന്നത്? ഏതെങ്കിലും നമ്പറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് വരുമോ? അപ്പൊ -2 the whole സ്ക്വയർ ചെയ്താലേ +4 അല്ലേ വരത്തുള്ളൂ, -4 വരത്തില്ലല്ലോ അല്ലെ? ഏതെങ്കിലും നമ്പറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് വരുമോ? വരത്തില്ല അല്ലെ? ഇവിടെ എന്താ പറഞ്ഞത്? y സ്ക്വയർ ചെയ്തപ്പോൾ -80 കിട്ടിയെന്നാണ്. അത് ഒരിക്കലും നടക്കത്തില്ല. കാരണം എന്താ? ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? മൈനസ് കിട്ടില്ല. സോ ഈ ഒരു കേസ്, ദിസ് കേസ് ഈസ് നോട്ട് പോസിബിൾ. മനസ്സിലായി? ഈ കേസ് ഒരിക്കലും നടപടിയുള്ള പരിപാടിയല്ല. സോ അതിന്റെ അർത്ഥം എന്തോ? x is equal to -10 ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ നമുക്ക് പിന്നെ ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ അല്ലേ? സോ x is equal to എന്താണ്? 18 ആണ്. y is equal to 12. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ 2 നമ്പേഴ്സ് എന്നാണ് കേട്ടോ. therefore നമുക്ക് എന്ത് പറയാം? the 2 numbers are ഏതൊക്കെയാണ്? 18 and 12. ഈ 8, 9, 10 ഈ 3 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ തന്നെ അടുത്ത സെഷനിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 11ാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം മാത്രമേ 8ാമത്തെയും 10ാമത്തെയും പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യത്തുള്ളൂ. സോ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരുമിച്ച് എഴുതുന്നത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം ഒന്ന് ചെയ്യുക. സം ഓഫ് ദ ഏരിയസ് ഓഫ് 2 സ്ക്വയേഴ്സ് ഈസ് 468 മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? 2 സ്ക്വയർ ഉണ്ടായിരുന്നു. 2 സ്ക്വയേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നിന്റെ സൈഡ് x കൊടുക്കാം, മറ്റേതിന്റെ സൈഡ് y കൊടുക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്
സം ഓഫ് ഏരിയാസ്. ഏരിയാസ് ഇപ്പം ഇതിന്റെ ഏരിയ A1 എന്ന് വിളിക്കാം, ഇതിന്റെ ഏരിയ A2 വന്നിരിക്കട്ടെ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഒന്നാമത്തെ സ്ക്വയറിന്റെ ഏരിയ പ്ലസ് രണ്ടാമത്തെ സ്ക്വയറിന്റെ ഏരിയ, അത് ചെയ്യുമ്പം എത്ര കിട്ടുമെന്ന്? 468 കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ക്വയറിന്റെ ഏരിയ എന്തുവാ? സൈഡ് ഇൻറ്റു സൈഡാ അല്ലേ? സോ ഒന്നാമത്തെ സ്ക്വയറിന്റെ ഏരിയ എത്ര? എക്സ് ഇൻറ്റു എക്സ്. രണ്ടാമത്തെ സ്ക്വയറിന്റെ ഏരിയ y ഇൻറ്റു y is equal to 468. ഇനി വേറെന്തെങ്കിലും ആ ക്വസ്റ്റ്യനിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ? The difference of their perimeters is 24. പെരിമീറ്ററിന്റെ ഡിഫറൻസ് എടുത്താൽ 24 കിട്ടുമെന്നേ. നമ്മളിതുണ്ട്, ഇതാണ് വലിയ സ്ക്വയർ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പെരിമീറ്ററിനെ, ഈ വലിയ സ്ക്വയറിന്റെ പെരിമീറ്ററിനെ നമ്മൾ C1 എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ P1 എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ വലിയ സ്ക്വയറിന്റെ പെരിമീറ്ററിനെ ഞാൻ P1 എന്ന് വിളിക്കുന്നു, മനസ്സിലായി? ചെറിയ സ്ക്വയറിന്റെ പെരിമീറ്ററിനെ P2 എന്ന് വിളിക്കുന്നു. എന്താ പറഞ്ഞത്? ഈ ഡിഫറൻസ് ഓഫ് ദ പെരിമീറ്റർ അല്ലേ, ഈ വലിയ സ്ക്വയറിന്റെ പെരിമീറ്റർ മൈനസ് ചെറിയ സ്ക്വയറിന്റെ പെരിമീറ്റർ ചെയ്യുമ്പോൾ എത്ര കിട്ടിയെന്ന്? ദ ഡിഫറൻസ് ഓഫ് ദർ പെരിമീറ്റേഴ്സ് ഈസ് 24 മീറ്റർ അല്ലേ? എന്താ പെരിമീറ്ററിന്റെ ഫോർമുല? 4a ആണല്ലേ? 4a എന്ന് പറഞ്ഞ സൈഡാ. 4x മൈനസ് ഈ ചെറിയ സ്ക്വയറിന്റെ പെരിമീറ്ററോ 4y is equal to 24 അല്ലേ? എല്ലായിടത്തും നമുക്കൊരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. എത്ര വരും? 4x by 4, x minus 4y by 4, y is equal to 24 by 4, 6. ഈ മൈനസ് y ഇപ്പുറത്ത് വരട്ടെ, x is equal to y plus 6. ഇതിന് ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2. നേരത്തെ നമ്മൾ ഒരിക്കലും ഇക്വേഷൻ നമ്പർ 1 കൊടുത്താണല്ലോ അല്ലേ? ഇപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. ഈ എക്സിന്റെ വാല്യൂ എടുത്ത് ഇവിടെ കണ്ടോ, ഇവിടെ കൊടുത്താൽ മതി, നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുമായിരിക്കും. കണ്ടോ, x is equal to y plus 6 കിട്ടിയില്ലേ? ഇതെടുത്ത് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. എന്ത് കിട്ടും? എക്സ് സ്ക്വയർ എത്ര വരും? y plus 6 the whole square plus y square is equal to 468. ഇത് y plus 6 the whole square എന്ന് പറഞ്ഞാൽ a plus b the whole square അല്ലേ? So y square plus 12y plus 36 plus y square is equal to 468 അല്ലേ? So y square plus y square 2y square. ഈ 468നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മൈനസ് 468 is equal to 0 വരും അല്ലേ? So y square plus y square 2y square plus 12y അല്ലേ? പ്ലസ് 36 മൈനസ് 468, 8 മൈനസ് 6 2, 6 മൈനസ് 3 അല്ലേ? മൈനസ് 432 is equal to 0. സോ എല്ലായിടത്തും വേണമെങ്കിൽ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? എത്ര വരും? y സ്ക്വയർ പ്ലസ് 12 എത്ര? 6y മൈനസ് 216 is equal to 0. അപ്പൊ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ഒരു സംഗതികളെല്ലാം എഴുതിയെടുക്കുക, നിങ്ങൾ സോൾവ് ചെയ്യുക. ഞാനും കൂട്ടത്തിൽ ചെയ്തോളാം. എന്നിട്ട് ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതായത് ഈ ഇക്വേഷനെ കൊടുത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ശരി, എഴുതി തുടങ്ങിക്കും. ചെയ്ത് കഴിഞ്ഞില്ലേ പിള്ളേരെ? ചെയ്യാത്തവർക്ക് വേണ്ടി കേട്ടോ. അപ്പോ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം -216 വരണം അല്ലേ? സം 6 വരണം. ഞാൻ ഏതായാലും ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുകയാണേ. സോ y is equal to -6 plus or minus root of b square അല്ലേ? 6 square minus 4 into 1 into -216 whole divided by 2 അല്ലേ? So this is equal to -6 plus or minus root of 6 square 36 plus 6 into 4 24 2 4 into 1 4 2 6 8 whole divided by 2 അല്ലേ? So -6 plus or minus
36ഉം 864 റൂട്ട് ഓഫ് 900/2 അല്ലേ? സോ -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 900 30/2 അല്ലേ? സോ -6 -30 -36/2 -18 വരും. -6 പ്ലസ് 30 -6 24/2 12 വരും. നമ്മൾ കണ്ടോ, ഈ എക്സ് എന്ന് പറഞ്ഞാലേ ഇതൊരു സ്ക്വയറിന്റെ നീളമാണ്, അതൊരിക്കലും മൈനസ് ആകാൻ പറ്റത്തില്ല. സോ എക്സ് ഈസ് ഈക്വൽ ടു -18 ഈസ് നോട്ട് പോസിബിൾ. സോ എക്സ് അല്ല വൈ, സോ വൈ ഈസ് ഈക്വൽ ടു ഏതായിരിക്കും? 12 ആയിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത്. ചെയ്ത് കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി എഴുതിക്കും കേട്ടോ. ഈ ആൻസർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇവിടെ തെറ്റിപ്പോയെന്ന് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ വൈ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് -18 ഇത് പോസിബിൾ ആവത്തില്ല. ഒരു നീളം ഒരിക്കലും മൈനസ് ആവത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. സോ നമുക്ക് എന്ത് കിട്ടി? y ഈസ് ഈക്വൽ ടു 12 കിട്ടി അല്ലേ? സോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ ഇവിടുന്ന്. എക്സ് ഈസ് ഈക്വൽ ടു 12 പ്ലസ് എക്സ് അല്ലേ? y പ്ലസ് എക്സ് എത്ര? 6 18. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ? ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ് അല്ലേ? therefore സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ് ആർ, നമ്മൾ ഏത് ഓർക്കുന്നോ? ഒരു വലിയ സ്ക്വയറും ഒരു ചെറിയ സ്ക്വയറും വരച്ച് നമ്മൾ തുടങ്ങിയത്. ഇത് എക്സും ഇത് വൈയും കൊടുക്കുന്നുണ്ട് അല്ലേ? സോ സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ് ആർ അല്ലേ? ഏതൊക്കെയാണ്? 12 അല്ലേ? 18 ആണ് തുടങ്ങിയത് അല്ലേ? 18. സോ 18 ആൻഡ് 12. സൈഡ്സ് സെന്റിമീറ്റർ എഴുതണം കേട്ടോ. സെന്റിമീറ്ററോ മീറ്ററോ എന്താണെന്ന് വെച്ചാൽ എഴുതണം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മീറ്റർ അല്ലായിരുന്നു. സോ അതിന്റെ യൂണിറ്റിലാണ് മാർക്ക്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ശരി, അപ്പൊ ഇത്രയാണ് ഈ സെഷൻ. ബാക്കി നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇനിയും പറയാൻ പോകുന്നത്. ഈ എക്സസൈസ് 4.3-ലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി ചെയ്യാനുള്ളത്. 8ാമത്തെ ക്വസ്റ്റ്യനും 10ാമത്തെ ക്വസ്റ്റ്യനും. ഈ 2 ക്വസ്റ്റ്യൻസും ഒരേ പാറ്റേണിലാണ് ചെയ്യേണ്ടത്. ഈ 2 ക്വസ്റ്റ്യൻസും ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 8ാമത്തെ 10ാമത്തെ ക്വസ്റ്റ്യനെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് 2 ഫോർമുല നമ്മൾ കൃത്യമായി ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ. അതിൽ 1ാമത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ള ഫോർമുലയാണ്. നിങ്ങൾ ഫിസിക്സിലും അതേപോലെ തന്നെ ഈ വർഷം ടേം 1-ലും മാത്സിലൊക്കെ ഈ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ നമുക്ക് ടൈമിന്റെ ഫോർമുല ഒന്ന് ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കേട്ടോ. സോ 1ാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഫോർമുലയാണ്. 2ാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അത് ഞാൻ ഈ 2ാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 8ഉം അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 10ഉം ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പലപ്പോഴും ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതായത് ചില ക്വസ്റ്റ്യൻസിൽ അവർ സ്പീഡ് കൂട്ടും, ചില ക്വസ്റ്റ്യൻസിൽ സ്പീഡ് കുറയ്ക്കും. ചില ക്വസ്റ്റ്യനിൽ അവർ പറയും 1/2 മണിക്കൂർ നേരത്തെ ചെല്ലും, ചില ക്വസ്റ്റ്യനിൽ അവർ പറയും 1 മണിക്കൂർ താമസിച്ച് ചെല്ലും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ ഇക്വേഷൻ ഫ്രെയിം ചെയ്യാൻ പലർക്കും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ 2-3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ കുറയ്ക്കുമ്പോഴേ അത് പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്? ഒരു വലിയ നമ്പറിൽ നിന്ന് ഒരു ചെറിയ നമ്പർ കുറച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും എന്ത് കിട്ടുകയുള്ളൂ? പോസിറ്റീവ് വാല്യൂ കിട്ടുകയുള്ളൂ അല്ലേ? ഇവിടെ 10 9-നേക്കാളും വലുതായിരുന്നു. അതുകൊണ്ടാണ് 10 - 9 ചെയ്തപ്പോൾ നമുക്ക് 1 ഒരു പോസിറ്റീവ് നമ്പർ ആണല്ലോ, ഒരു പോസിറ്റീവ് നമ്പർ കിട്ടിയത്. അപ്പം നമുക്ക് ഒരു എക്സ്പ്രഷൻ തന്നാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 360/x-ഉം 360/x+5 തന്നാൽ ഇതിൽ ഏതാണ് വലിയ നമ്പർ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും? ഇതിന്റെ രണ്ടിന്റെ ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പൊ 360/x ആണോ 360/x+5 ആണോ വലുത്? അത് അറിയാനൊരു മാർഗമുണ്ട്. ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. ഡിനോമിനേറ്ററിൽ ചെറുതാണെങ്കിൽ, മനസ്സിലായോ? ഈ x ആണോ x+5 ആണോ ചെറുത്? x അല്ലേ ചെറുത്.
അങ്ങനെയാണെങ്കിൽ 360/x ഈ ഒരു വാല്യൂ മനസ്സിലായോ? ഈ 360/x ആയിരിക്കും എന്ത് വലുത്, മനസ്സിലായോ? സോ 360/x മൈനസ് 360/x+5 ചെയ്താലാണ് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നമ്പർ കിട്ടുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. 100/2 ആണോ 100/5 ആണോ വലുത്? രണ്ടിടത്തെയും ന്യൂമറേറ്റർ സെയിമാ. ഡിനോമിനേറ്റർ നോക്കിക്കേ, 2 ആണോ 5 ആണോ ചെറുത്? 2 അല്ലേ ചെറുത്. അങ്ങനെ 2, അതായത് ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ ആ ഒരു വാല്യൂ ആയിരിക്കും വലുത് വരുന്നത്. അതായത് 100/2 ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. 100/5 ചെയ്താൽ 20 കിട്ടുകയുള്ളൂ. ഏതാ വലുത്? 50 അല്ലേ വലുത്. സോ ഡിനോമിനേറ്റർ ചെറുതായിട്ടുള്ള വാല്യൂ ആയിരിക്കും എപ്പോഴും വലുത് വരിക. സോ ഇവിടെ നമുക്ക് ഈ 100/2 മൈനസ് 100/5 ചെയ്താലേ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടുകയുള്ളൂ. ഇത് എന്തിനാണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ കണക്ക് ചെയ്യുമ്പം ഈ ഒരു ടെക്നിക്കിന്റെ പ്രയോജനം നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകും. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ ഒന്നുകൂടി വളരെ പെട്ടെന്ന് പറയാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ള ഈ ഒരു ഫോർമുല പഴയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവര് ടി ഈസ് ഈക്വൽ ടു d/s എന്ന് എഴുതിയാൽ മതി കേട്ടോ. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. അതേപോലെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുകയുള്ളൂ. ഒരു ഫ്രാക്ഷൻ തന്നാൽ അതിൽ ഏതാണ് വലുതെന്ന് അറിയാൻ വേണ്ടി ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. ചെറിയ ഡിനോമിനേറ്റർ ഉള്ള വാല്യൂ ആയിരിക്കും വലുത്. ഇവിടെ കൊണ്ടുപോയത് ഇവിടുത്തെ ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടെ 5 ആണ്. 2 അല്ലേ ചെറുത്. സോ 100/2 എന്നുള്ള വാല്യൂ ആയിരിക്കും വലുത്. ഇവിടെ എക്സും x+5 ഉണ്ട്. എക്സ് അല്ലേ ചെറുത്. സോ 360/x എന്നുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. ഞാനൊരു എക്സാമ്പിളൂടെ പറയാം. 132/x ആണോ 132/x+11 ആണോ വലുത്? എക്സും ഇവിടെ x+11 ഈ എക്സ് എന്നുള്ള വാല്യൂ ചെറുതല്ലേ. സോ 132/x ആയിരിക്കും വലുത്. ഡിനോമിനേറ്റർ ഈ ഡിനോമിനേറ്റർ ചെറുതായിട്ട് വരുന്ന വാല്യൂ ആയിരിക്കും എപ്പോഴും വലുത് വരുന്നത്. സോ ഇവിടെ നമ്മള് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടുമ്പം 132/x മൈനസ് 132/x+1 ചെയ്താലേ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ എക്സസൈസിലെ ഈ 8ാമത്തെയും 9ാമത്തെയും ഈ 2 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇമാതിരി കാര്യങ്ങൾ ഓർത്താൽ നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിനി 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഓർക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കണ്ടോ, എ ട്രെയിൻ ട്രാവൽസ് 360 കിലോമീറ്റർ അറ്റ് എ യൂണിഫോം സ്പീഡ്. മനസ്സിലായോ? ഒരു ട്രെയിന് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു? 360 കിലോമീറ്റർ അറ്റ് എ യൂണിഫോം സ്പീഡ് എന്നാ. ഈ ട്രെയിൻ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു? 360 അല്ലെ. 360 കിലോമീറ്റർ അറ്റ് എ യൂണിഫോം സ്പീഡ് എന്നാ പറഞ്ഞത്. ഒരു നിശ്ചിത സ്പീഡിൽ 360 കിലോമീറ്റർ യാത്ര ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ 360 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? അത് ശരിക്കും പറഞ്ഞാല് ഡിസ്റ്റൻസ് ആണല്ലേ. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ്. എത്ര കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത്? 360 കിലോമീറ്റർ യാത്ര ചെയ്തു. അറ്റ് എ യൂണിഫോം സ്പീഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് എത്ര എന്നുള്ള പറഞ്ഞിട്ടില്ല. ശരിക്കും നമുക്ക് ആ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ട്രെയിനിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് എ യൂണിഫോം സ്പീഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ സ്പീഡിനെ ഇവര് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ച ഈ യൂണിഫോം സ്പീഡ് കേട്ടോ, ഈ സ്പീഡിനെ നമുക്ക് x km/h എന്ന് എടുക്കാം. മനസ്സിലായല്ലോ? അടുത്ത ലൈൻ, ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 5 km/h മോർ. മനസ്സിലായോ? എത്രയായിരുന്നു നമ്മുടെ സ്പീഡ്? x km/h അല്ലായിരുന്നോ? അല്ലേ. ഈ സ്പീഡ് എത്ര കൂട്ടി? 5 കിലോമീറ്റർ സ്പീഡ് കൂട്ടിയിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ യൂണിഫോം സ്പീഡ് 30 ആയിരുന്നു ഇരിക്കട്ടെ. അവിടുന്ന് 5 കിലോമീറ്റർ അതിന്റെ സ്പീഡ് കൂട്ടി. അവിടുന്ന് 5 km/h സ്പീഡ് കൂട്ടി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും സ്പീഡ്? 35 km/h ആയിരിക്കും നമ്മുടെ സ്പീഡ്. മനസ്സിലായോ? ഒറിജിനൽ സ്പീഡ് 30 ആണ്. ആ സ്പീഡ് അറിയാമല്ലോ, 5 km/h കൂട്ടി അല്ലേ. അപ്പൊ ഇപ്പൊ സ്പീഡ് എത്രയായി? 35 km/h ആയി. ഇതേപോലെ ഉള്ളൂ. ഈ ട്രെയിനിന്റെ ഒറിജിനൽ സ്പീഡ് x km/h ആയിരുന്നു. ആ സ്പീഡ് ഇപ്പൊ എത്രയായിട്ട് കൂട്ടി? ഈ എക്സിന്റെ കൂടെ ഒരു 5 km/h കൂടെ കൂട്ടി. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിതിനെ വേണമെങ്കിൽ ന്യൂ സ്പീഡ് എന്നോ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സ്പീഡ് എന്നോ എഴുതാം. മനസ്സിലായോ? എത്ര സ്പീഡാണ് കൂട്ടിയത്?
5 കിലോമീറ്റർ പെർ അവർ ആ കൂട്ടിയത്. സോ ന്യൂ സ്പീഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ ഫോർമുല, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. നമുക്ക് അവിടുന്ന് ടൈം കണ്ടുപിടിക്കാമല്ലോ. ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലേ? സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? 360 ബൈ സ്പീഡ് അല്ലേ? ഈ ട്രെയിൻ യൂണിഫോം ഈ ട്രെയിനിന്റെ യൂണിഫോം സ്പീഡ് എക്സ് അല്ലേ? 360 ബൈ എക്സ് അവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാല് ഈ കേസിൽ നമ്മുടെ ടൈം. അങ്ങനെയാണെങ്കിൽ ഈ ഇൻക്രീസ്ഡ് സ്പീഡ് എന്ന് പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാമോ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്ര തന്നെ? 360 അല്ലേ? സ്പീഡ് കൂട്ടിയാലും കുറച്ചാലും ഡിസ്റ്റൻസിന് മാറ്റമില്ല. നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ദൂരം 360 കിലോമീറ്റർ തന്നെയാണ്. ബൈ സ്പീഡ് അല്ലെ? ഇൻക്രീസ്ഡ് സ്പീഡ്. ഈ സ്പീഡ് എത്രയാണ്? എക്സ് പ്ലസ് 5. മനസ്സിലായോ? ഇനിയാണ് നമുക്ക് സാധാരണ പ്രശ്നം വരുന്നത്. ചില ക്വസ്റ്റ്യനിൽ അവർ പറയും സ്പീഡ് കൂട്ടിയെന്ന്, ചില ക്വസ്റ്റ്യനിൽ അവർ പറയും സ്പീഡ് കുറച്ചെന്ന്. ചിലപ്പോൾ അവർ പറയും അരമണിക്കൂർ നേരത്തെ ചെന്നു, ചിലപ്പോൾ അവർ പറയും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ താമസിച്ചെന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ഈ ഇക്വേഷൻ എഴുതാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. സോ അതിനാണ് ഞാൻ തുടക്കത്തിലെ ഒരു ടെക്നിക്ക് പറഞ്ഞത്. ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 5 കിലോമീറ്റർ പെർ അവർ മോർ, ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 1 hour ലെസ് ഫോർ ദ സെയിം ജേർണി. മനസ്സിലായോ? അതായത് ഇതിന്റെ ഈ ഒരു സ്പീഡിൽ പോകുകയായിരുന്നെങ്കിൽ ഇപ്പം 9 മണിക്ക് അവർ ഇപ്പൊ 9 PM വൈകിട്ട് 9 മണിക്ക് അവരൊരു സ്ഥലത്ത് എത്തുമെന്നിരിക്കട്ടെ. സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ, മനസ്സിലായത്, ഈ 5 കിലോമീറ്റർ കൂടെ സ്പീഡ് കൂടുതലാക്കി ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? 1 hour ലെസ്. അതായത് ഇപ്പൊ നോർമൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ 9 മണിക്ക് ചെല്ലുമെന്നിരിക്കട്ടെ. സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ 9നേക്കാളും 1 മണിക്കൂർ കുറച്ച്, അതായത് 8 മണിക്ക് നമ്മൾ ആ സ്ഥലത്തെത്തും. പിടികിട്ടിയോ? അതായത് ഒറിജിനൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ 9 മണിക്ക് എത്തുകയാണെങ്കിൽ ഈ സ്പീഡ് എന്നുള്ളത് ഒരു 5 കിലോമീറ്റർ കുറയ്ക്കുമ്പോൾ കണ്ടോ 8 മണിയാകുമ്പോഴത്തേക്ക്, അത് 1 മണിക്കൂർ നേരത്തെ, 1 hour ഏർലിയർ എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്ഥലത്ത് ചെല്ലുമെന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത്. ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 5 കിലോമീറ്റർ പെർ അവർ മോർ would have taken 1 hour less അല്ലേ? അപ്പൊ 1 മണിക്കൂർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഈസിക്കൽസിന്റെ ഇപ്പുറത്ത് 1 ഇടണം. ഇനി നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 360 ബൈ എക്സ് ആണോ 360 ബൈ എക്സ് പ്ലസ് 5 ആണോ വലുത്? 360 ബൈ എക്സ് അല്ലേ വലുത്? സോ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാലല്ലേ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 360 ബൈ എക്സ് മൈനസ് 360 ബൈ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ മതി. നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാം. മനസ്സിലായോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണ്, എന്നാലും വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഈ 8ാമത്തെ ക്വസ്റ്റ്യനിൽ അവർ നമ്മളോട് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 360 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? ഇനി എന്താണ് പറഞ്ഞത്? ഈ 360 കിലോമീറ്റർ ദൂരം ഒരു യൂണിഫോം സ്പീഡിലാണ് സഞ്ചരിച്ചെന്ന് പറഞ്ഞല്ലേ? നമ്മൾ ഈ യൂണിഫോം സ്പീഡിനെ നമ്മൾ ഒരു എക്സ് കിലോമീറ്റർ പെർ അവർ എടുക്കും. അടുത്ത സെന്റൻസ് എന്താ പറഞ്ഞത്? ഈ ട്രെയിനിന്റെ സ്പീഡ് കൂട്ടി അല്ലേ? സെക്കൻഡ് ലൈൻ വായിച്ചത് ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 5 കിലോമീറ്റർ പെർ അവർ മോർ, 5 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കൂട്ടി അല്ലേ? സോ നമ്മുടെ സ്പീഡ് കൂട്ടിയെന്നല്ല പറഞ്ഞത്. അപ്പൊ ഇൻക്രീസ്ഡ് സ്പീഡ് എത്ര? ഇപ്പൊ നമ്മൾ വർദ്ധിപ്പിച്ച ആ സ്പീഡ് എത്ര ആയിരിക്കും? ഇവിടെ അത് എക്സ് ആയിരുന്നല്ലോ, ആ എക്സിന്റെ കൂടെ എത്രയോടെ കൂട്ടി? 5 കൂടെ കൂട്ടി എന്നാണ് പറഞ്ഞത്. സോ എക്സ് പ്ലസ് 5 കിലോമീറ്റർ പെർ അവർ ആക്കിയിട്ട് അവർ ആ സ്പീഡ് കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഫോർമുല ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? എത്ര ടൈം? എത്ര ഇവിടെ ഡിസ്റ്റൻസ്? 360 ബൈ സ്പീഡ് എത്രയാണ്? എക്സ് ആണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ടൈം എത്ര ആയിരിക്കും? 360 ബൈ എക്സ് പ്ലസ് 5 ആയിരിക്കും. ഇതിൽ ഏതാണ് വലുത്? 360 ബൈ എക്സ് ആണോ 360 ബൈ എക്സ് പ്ലസ് 5 ആണോ വലുത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇവിടെ എക്സ് അല്ലേ, ഇവിടെ എക്സ് പ്ലസ് 5 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ ചെറുതായിട്ട് വന്ന വാല്യൂ ഏതാ? ഈ 360 ബൈ എക്സ് അല്ലേ? സോ 360 ബൈ എക്സ് ആണ് വലുത് അല്ലെ? 360 ബൈ എക്സ് പ്ലസ് 5നേക്കാളും വലിയ വാല്യൂ ഏതാണ്? 360 ബൈ എക്സ് ആണ്. ഈ വലിയ വാല്യൂവിൽ നിന്ന് നമുക്ക് ചെറിയ വാല്യൂ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഈസ് ഈക്വൽ ടു
എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 5 km/h more, it would have taken 1 hour less. അല്ലെ, എത്ര മണിക്കൂർ നേരത്തെ ചെല്ലും? 1 മണിക്കൂർ നേരത്തെ ചെല്ലും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പാടുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻസിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കി സിംപ്ലിഫൈ ചെയ്യാം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടിടത്തും 360 ഉണ്ട്. സോ ഇവിടുന്ന് ചാടിക്കറി എൽസിയം എടുത്ത് വള്ളിയാക്കരുത്. നമ്മളിവിടെ ആദ്യമേ ഈ 360 എന്ന് കോമൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി ഇതിന്റെ ടഫ്നെസ് ഇച്ചിരി കുറഞ്ഞിരിക്കും കേട്ടോ. 1/x മൈനസ് ഇവിടുന്ന് 360 കോമൺ എടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. 1/x പ്ലസ് 5 is equal to 1. ഇനിയും നമ്മൾ എൽസിയം എടുത്താൽ മതി. 360 ഇൻറ്റു ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ, എത്ര വരും? എക്സ് പ്ലസ് 5 മൈനസ് ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്. എൽസിയം എടുക്കണമല്ലോ. ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 1. സോ ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും അല്ലെ, പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആകും. 360 ഇൻറ്റു 5 എത്ര വരും? 1800. ഈ താഴത്തെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. എത്ര വരും? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 5x. ഈ 1800 ഇപ്പുറത്ത് കൊണ്ടുവരാമോ? ഇംപ്ലൈസ് എത്ര വരും? എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 1800 ഈസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിനെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഇതിനെ സോൾവ് ചെയ്യാമേ. ഏത് മെത്തേഡ് ചെയ്താലും ഒരേ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ഏതായാലും ചെയ്തു തുടങ്ങിക്കോ. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ആയില്ലേ? ബാക്കിയും കൂടെ നിങ്ങൾ ചെയ്തോ കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ബോർഡിലൂടെ നോക്കിയാൽ മതി. ഫാക്ടറൈസേഷൻ പ്രശ്നമുള്ളവരെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യാം കേട്ടോ. സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് 5 പ്ലസ് ഓർ മൈനസ്, ഈ ഫോർമുല എഴുതാൻ മറക്കല്ല കേട്ടോ. ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയി, നിങ്ങൾ മറക്കല്ല കേട്ടോ. ഫോർമുല അറിയാമല്ലോ. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2y ആണ് ആ ഫോർമുല. സോ ഇവിടെ ബി സ്ക്വയറിന്റെ സ്ഥാനത്ത് 5 സ്ക്വയർ അല്ലേ കിട്ടിയ ഉള്ള ആൻസർ. മൈനസ് 4ac, 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1800 ഹോൾ ഡിവൈഡ് ബൈ 2a, 2 is equal to minus 5 plus or minus root of 25. 5 സ്ക്വയർ ആണല്ലേ. സോ 25, ഇവിടെ മൈനസ് പ്ലസ് 1800 ഗുണം 4 7200 ഹോൾ ഡിവൈഡ് ബൈ 2. So this is equal to minus 5 plus or minus root of 7225 by 2. അറിയാമോ റൂട്ട് ഓഫ് 7225? നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. പ്ലസ് 85 അല്ലേ, പ്ലസ് ഓർ മൈനസ് 85 ബൈ is equal to minus 5 plus 85 by 2 minus 5 minus 85 by 85 minus 5 80 by 2 40 90 by 2 minus 45. കിട്ടിയായിരുന്നല്ലോ അല്ലേ? ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ നമ്മളോട് കണ്ടോ സ്പീഡാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടിയത് കണ്ടോ, ഇവിടെ 2 ആൻസർ കിട്ടി. ഏതാ കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 14 കിട്ടി, മൈനസ് 45 കിട്ടി. നോർമലി നമ്മളോട് എത്ര km/h നമ്മുടെ വണ്ടി പോകുന്നത് ചോദിച്ചാൽ, നമുക്ക് നിങ്ങളുടെ സ്കൂട്ടർ എത്ര km/h പോകുന്നത് എന്ന് ചോദിച്ചാലേ നമ്മൾ പറയുമോ മൈനസ് 45 km/h പോകുമെന്ന് പറയുമോ? ഇല്ലല്ലോ. സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 45 അല്ലേ, ഈസ് നോട്ട് പോസിബിൾ. മനസ്സിലായോ? സോ നമുക്ക് എന്ത് പറയാം? therefore x is equal to എത്രയാണ്? 40 km/h. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? സോ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണേ. അങ്ങനെ തന്നെ എഴുതി പിടിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് പ്രോബ്ലം ഒക്കെ അല്ലേ.
MCQ ഒന്നുമല്ലല്ലോ. Therefore the speed of the train is equal to 40 kilometer. ഇതേപോലെ തന്നെയാണ് ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. An express train takes 1 hour less than a passenger train to travel 132 kilometer between എന്നൊക്കെ പറഞ്ഞേക്കുക. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത്? 132 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത് അല്ലേ? അതേപോലെ ഇവിടെ കണ്ടില്ലേ 1 hour ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനിലൊക്കെ ഇത് 1 hour മോർ ആയിരിക്കും, മനസ്സിലായില്ലേ? സ്പീഡ് കൂടുതലും സ്പീഡ് കുറയും, 1 hour ലെസ് 1 hour മോർ എന്നൊക്കെ പറഞ്ഞു വരുവേ. അപ്പൊ അപ്പോഴെല്ലാം ഞാൻ ഈ പറഞ്ഞ ഈ ഗ്രേറ്റർ ഈ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുന്ന ടെക്നിക്ക് ഓർത്താൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പൊ തൽക്കാലം നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസ്, ഈ 8ാമത്തെ ക്വസ്റ്റ്യനും 10ാമത്തെ ക്വസ്റ്റ്യനും ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നീട് ചെയ്യിപ്പിക്കാം. അപ്പൊ നമുക്കിവിടെ ഡിസ്റ്റൻസ് എഴുതാമല്ലോ. ആദ്യമേ ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ അല്ലെ ഡിസ്റ്റൻസ് എഴുതാം. ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആണ് അവർക്ക് യാത്ര ചെയ്യേണ്ടത്? 132 കിലോമീറ്റർ ആണ് യാത്ര ചെയ്യേണ്ടത്. എന്താ പറഞ്ഞിരുന്നത്? 2 ട്രെയിൻ ഉണ്ടായിരുന്നു. ഏതൊക്കെ ട്രെയിൻ ഉണ്ട്? ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ ഒരു എക്സ്പ്രസ് ട്രെയിനും ഉണ്ട്. അതിന്റെ ആ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ എന്ന് വായിച്ചേ. If the average speed of the express train is 11 km/h more than the passenger train. അതായത് ഈ പാസഞ്ചർ ട്രെയിനിനേക്കാളും എത്ര കിലോമീറ്റർ? 11 km/h അല്ലെ? സ്പീഡ് ഓഫ് ദ എക്സ്പ്രസ് ട്രെയിൻ, ഈ എക്സ്പ്രസ് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈസ് 11 km/h മോർ ദാൻ ദ പാസഞ്ചർ ട്രെയിൻ. പാസഞ്ചർ ട്രെയിനിന്റെ സ്പീഡിനേക്കാളും എത്ര km/h കൂടുതലാണ്? 11 km/h കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാസഞ്ചർ ട്രെയിനിന്റെ സ്പീഡിനെ x km/h എടുത്തുനിന്നിരിക്കട്ടെ. അപ്പം എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്സ്പ്രസ് ട്രെയിനിന്റെ സ്പീഡ്? x + 11 km/h ആയിരിക്കും. മനസ്സിലായോ? ഫോർമുല ഓർക്കുന്നോ? ബാക്കിയൊക്കെ സിമ്പിൾ. തൊട്ടുമ്പത്തെ പോലെ ഫോർമുല പറഞ്ഞേ. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഏതാണത്? 132/x ആണ്. ഇവിടെയും അതേപോലെ ടൈം ഈസ് ഈക്വൽ ടു അല്ലേ, 2 ട്രെയിനും ഒരേ ട്രാക്കിൽ കൂടെ പോകുന്നത്, ഒരേ ദൂരം സഞ്ചരിക്കുന്നത്. സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ദൂരം കൂടുതലൊന്നും പോകുന്നില്ല. 132 ഇവിടുത്തെ സ്പീഡ് എത്ര? x + 11 അല്ലേ? പറഞ്ഞേ 132/x ആണോ 132/x + 11 ആണോ വലുത്? ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. കണ്ടോ, ഡിനോമിനേറ്റർ ഇതിൻ്റെതാ ചെറുത്, ഈ ഒരു പോർഷനാ ചെറുത് അല്ലേ? ഇവിടുത്തെ ഡിനോമിനേറ്ററാ ചെറുത്. സോ ഇതിൽ ഏതാ വലുത്? 132/x ആണോ 132/x + 11 ആണോ വലുത്? 132/x അല്ലേ? സോ 132/x - 132/x + 11 ഈസ് ഈക്വൽ ടു എത്ര മണിക്കൂർ നേരത്തെ വരുമെന്നാ പറഞ്ഞത്? ആ ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആൻ എക്സ്പ്രസ് ട്രെയിൻ ടേക്സ് 1 hour ലെസ്. ഇത്രയുള്ള പരിപാടി. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് നേരിട്ട് എൽസിഎം എടുക്കരുത്. ബാക്കിയുള്ളതെല്ലാം തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ പോലാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇവിടെ നേരിട്ട് എൽസിഎം എടുക്കരുത് കേട്ടോ. പകരം ഈ 132 ആദ്യം കോമൺ എടുക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് പ്രശ്നം പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ബാക്കിയെല്ലാം തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾ ചെയ്തോ. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ വലിയ ചെയ്തേക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സ്ക്രീനോട് നോക്കിയാൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു കേട്ടോ. സ്വന്തമായിട്ടൊക്കെ ചെയ്താലേ നിങ്ങൾ പഠിക്കത്തുള്ളേ. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ചെയ്തു തരാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് ചെയ്തു തരാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ഏതായാലും ചെയ്തു തരും, നിങ്ങളും കൂടുതൽ ചെയ്തു തുടങ്ങി. സോ 132 ഇൻറ്റു ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ, x + 11 - ഇവിടുന്ന് ഇങ്ങോട്ട് x ഡിവൈഡ് ബൈ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ അല്ലേ. x into x + 11 ഇവിടെ എക്സും -x ക്യാൻസൽ ആകും. 132 into 11 ഈസ് ഈക്വൽ ടു അല്ലേ. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെല്ലാം തൊട്ടുമുമ്പത്തെ സെയിം സ്റ്റെപ്പാ. x into x എത്രയാണത്? x² പ്ലസ് ബാക്കി എത്ര? 11x. ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകില്ല അല്ലേ. സോ എത്ര വരും? x² പ്ലസ് 11x മൈനസ് അല്ലെ. ഇതിനപ്പുറത്ത് മൈനസ് ആവുമല്ലോ. എത്ര? 132 × 11. ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ട് ഒക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ 2 അതേപോലെ അല്ലേ.
2, 3 2 5, 3 1 4, 1 4 5 2 is equal to 0. Quadratic formula അറിയാമല്ലോ, x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a. So x is equal to minus 11 plus or minus root of b square. 11 square minus 4 into 1 into minus 1452 അല്ലേ, whole divided by 2. So minus 11 plus or minus root of 121 minus ഇവിടെ minus നമ്മുടെ plus 4 into 2 8, 5 into 4 20, minus 2 4 16 18 5808 whole divided by 2 അല്ലേ. സോ ഇവിടെ എത്ര വരും, minus 11 അല്ലേ, plus or minus root of 8 9 2 5929 divided by 2. Minus 11 plus or minus 77 അറിയാമോ ചെയ്യാന്, whole is equal to minus 11 plus 77 by 2 minus 11 minus 77 by 2 അല്ലേ. എത്ര minus 11 plus 77, 66 by 2 33 minus അല്ലേ 77 minus 88 by 2 44. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൈനസ് 44 പോസിബിൾ അല്ല അല്ലേ, നെഗറ്റീവ് ആണല്ലോ. സോ minus 44 is not possible അല്ലേ. Therefore നമുക്ക് x ന്റെ വാല്യൂ കിട്ടിയല്ലോ, x is equal to 33. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോത്ത് ട്രെയിൻസ് അല്ലേ, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ 2 ട്രെയിൻസ് അല്ലേ. Therefore നമുക്ക് സ്പീഡ് ഓഫ് ദ പാസഞ്ചർ ട്രെയിനും വേണം, സ്പീഡ് ഓഫ് ദ എക്സ്പ്രസ് ട്രെയിനും വേണം. അപ്പൊ സ്പീഡ് ഓഫ് ദ പാസഞ്ചർ ട്രെയിൻ എത്ര ആയിരുന്നു, എക്സ് അല്ലായിരുന്നോ. സോ എത്ര എക്സ്, 33. ചുമ്മാ 33 എന്ന് എഴുതരുത്, 33 കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതണം. അതേപോലെ സ്പീഡ് ഓഫ് ദ എക്സ്പ്രസ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ കണ്ടോ എക്സ് പ്ലസ് 11 ആ അല്ലേ. സോ എത്ര വരും, 33 പ്ലസ് 11 ഈസ് ഈക്വൽ ടു 44 കിലോമീറ്റർ പെർ. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ടെക്സ്റ്റിന്റെ ബൈക്കിൽ നോക്കി വെരിഫൈ ചെയ്യണം കേട്ടോ ഈ ആൻസർ തന്നെയാണോ എന്നുള്ളത്. ഈ എക്സസൈസിൽ അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഈ എക്സസൈസിൽ ഈ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡിസ്റ്റൻസ് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. ചെയ്യാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇമാതിരി ഏത് ക്വസ്റ്റ്യൻ, എത്ര ഹൈ ലെവൽ ക്വസ്റ്റ്യനും ഇതേപോലുള്ള എത്ര ഹൈ ലെവൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ട് നാളെ വരണം കേട്ടോ. ശരി എന്നാ. അപ്പൊ നമുക്കിനി എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാറുണ്ടല്ലേ. ഏതാണ് ആ ക്വസ്റ്റ്യൻ? 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല. ഈ തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 8 and 10, ക്വസ്റ്റ്യൻ നമ്പർ 8ഉം ക്വസ്റ്റ്യൻ നമ്പർ 10ഉം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, ക്വസ്റ്റ്യൻ നമ്പർ 9ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മൾ പഴയ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ടൈം, വർക്ക് ഡൺ ടൈം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലൊക്കെ ഉപയോഗിച്ച അതേ ട്രിക്ക് തന്നെയാണ്, അതേ രീതി തന്നെയാണ് ഈ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യനെ കുറിച്ചൊന്ന് വായിക്കാം. അതായത് ഇവിടെ നമുക്ക് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ഈ വാട്ടർ ടാങ്കിലോട്ട് ഇങ്ങനെ 2 പൈപ്പുകൾ തുറന്നു വിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 ടാപ്സ്. ഇതിലെ ഒരു ടാപ്പിന്റെ റേഡിയസ് ചെറിയ റേഡിയസ് ആയിരുന്നു, വേറൊരു ടാപ്പിന്റെ റേഡിയസ് വലിയ റേഡിയസ് ആയിരുന്നു. ഇങ്ങനെ 2 ടാപ്പുകൾ ഈ വാട്ടർ ടാങ്കിലോട്ട് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഏതായാലും ഈ വലിയ ടാപ്പിൽ കൂടെ ആയിരിക്കും കൂടുതൽ വെള്ളം വരുന്നത്, ചെറിയ ടാപ്പിൽ കൂടെ കുറച്ച് വെള്ളമേ വരത്തുള്ളൂ അല്ലേ. ഈ ചെറിയ ടാപ്പിൽ കൂടെ വരുന്ന വെള്ളത്തിനേക്കാളും കൂടുതൽ അളവിൽ വെള്ളം ഈ വലിയ ടാപ്പിൽ കൂടെ ഈ വാട്ടർ ടാങ്കിൽ വീഴും. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 2 water taps,
together can fill a tank in 9 and 3/8 hours. ഈ രണ്ട് ടാപ്പുകളൂടെ ഒരുമിച്ച് തുറന്ന് വിട്ടാൽ, മനസ്സിലായോ? ഈ രണ്ട് ടാപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടാങ്ക് എത്ര നേരം കൊണ്ട് ഫില്ലാകും? 9 and 3/8 hours കൊണ്ട് ഫില്ലാകും. 9 and 3/8 എന്ന് പറഞ്ഞാൽ 9 മണിക്കൂറും പിന്നെ കുറച്ച് സമയങ്ങൾ കൂടി, അല്ലേ? അപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യൻ അതാ നമ്മൾ പറയുന്നത്. ഒരു ടാപ്പ് ഉണ്ടായിരുന്നു, ഒരു ടാങ്ക് ഉണ്ടായിരുന്നു, 2 ടാപ്പ്. അതിൽ ഒരു ടാപ്പ് ചെറുതാണ്, ഒരു ടാപ്പ് വലുതാണ്. ഈ 2 ടാപ്പുകൾ കൂടി ഒരുമിച്ച് തുറന്നു വിടുന്നു ഈ ടാങ്കിലോട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2 water taps together can fill a tank in 9 and 3/8 hours. മനസ്സിലായോ? ഈ 2 ടാപ്പുകളും കൂടി എത്ര നേരം എടുക്കും? അപ്പൊ ഏകദേശം 9 മണിക്കൂർ കൊണ്ട് ഈ 2 ടാപ്പിൽ കൂടെ വരുന്ന വെള്ളം കൊണ്ട് ഈ ടാങ്ക് നിറയും. The tap of larger diameter takes 10 hours less than the smaller one to fill the tank എന്നാണ് അടുത്ത പറഞ്ഞത്. ടാപ്പ് ഓഫ് ലാർജർ ഡയമീറ്റർ, ഇതല്ലേ ലാർജർ ഡയമീറ്റർ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? ടാപ്പ് ഓഫ് ലാർജർ ഡയമീറ്റർ ടേക്സ് 10 hours less than the smaller one to fill the tank separately. എന്താ ഈ സെപ്പറേറ്റ്ലി എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഈ 2 ടാപ്പും ഇങ്ങനെ ഒരുമിച്ച് തുറന്നു വിടാതെ സെപ്പറേറ്റ് ആയിട്ട് തുറന്നു വിടുന്നിരിക്കട്ടെ. അതായത് ആദ്യമേ ഈ 1ാമത്തെ ടാപ്പ് മാത്രം തുറന്നു വിടുന്നു, ആ ടാങ്ക് ഫില്ലാകുന്നു. പിന്നെ ആ വെള്ളം തീർന്നതിന് ശേഷം ഈ 2ാമത്തെ ടാപ്പ് തുറന്നു വിടുന്നു, ടാങ്ക് ഫില്ലാകുന്നു. ഇപ്പൊ സെപ്പറേറ്റ്ലി എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. ഈ 2 ടാപ്പുകൾ ഒരുമിച്ച് തുറന്നു വിടുന്നില്ല. ഒന്നെങ്കിൽ 1ാമത്തെ ടാപ്പ് തുറന്നു വിടും, അല്ലെങ്കിൽ 2ാമത്തെ ടാപ്പ് തുറന്നു വിടും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് the tap of larger diameter takes 10 hours less than the smaller one എന്നാണ്. അതായത് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ ഈ ഒരു ചെറിയ ടാപ്പ് എടുക്കുന്ന സമയത്തിനേക്കാളും 10 മണിക്കൂർ കുറച്ച് മതി ഈ ടാങ്ക് ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ ഈ വലിയ ടാപ്പ് എടുക്കുന്ന സമയം. മനസ്സിലായോ? സപ്പോസ് ഈ ചെറിയ ടാപ്പ് മാത്രം തുറന്നു വിടുമ്പോഴേ, ഈ ചെറിയ ടാപ്പ് മാത്രം തുറന്നു വിടുമ്പോൾ 30 മണിക്കൂർ എടുക്കുന്നുണ്ടെന്നിരിക്കട്ടെ ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ. ഈ വലിയ ടാപ്പ് മാത്രം തുറന്നു വിടുമ്പോൾ എത്ര നേരം എടുക്കും? എന്താ പറഞ്ഞത്? The tap of larger diameter takes 10 hours less എന്നാണ്. സോ ഈ വലിയ ടാപ്പ് മാത്രം തുറന്നു വിട്ടാൽ എത്ര എടുക്കും? ഈ 30നേക്കാളും 10 മണിക്കൂർ കുറവ്. എത്രയാണത്? 20 hours എടുക്കും ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാനിതെല്ലാം ഒന്നുകൂടെ പറഞ്ഞു തരാമേ. ഞാൻ ആദ്യമേ ജസ്റ്റ് ഒന്ന് പറയാം, ഞാനിതെല്ലാം ഒന്നുകൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഫൈൻഡ് ദ ടൈം ഇൻ വിച്ച് ഈച്ച് ടാപ്പ് ക്യാൻ സെപ്പറേറ്റ്ലി ഫിൽ ദ ടാങ്ക് എന്ന ക്വസ്റ്റ്യൻ. അതായത് ഇതിലെ ഓരോ ടാപ്പും സെപ്പറേറ്റ് ആയിട്ട് തുറന്നു വിട്ടാൽ ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര നേരം എടുക്കുമെന്ന ക്വസ്റ്റ്യൻ. അതായത് ഈ ചെറിയ ടാപ്പ് മാത്രം തുറന്നു വിട്ടാൽ എത്ര നേരം എടുക്കും, ഇതേപോലെ തന്നെ ഈ വലിയ ടാപ്പ് മാത്രം തുറന്നു വിട്ടാൽ ഈ ടാങ്ക് നിറയാൻ എത്ര നേരം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ ക്വസ്റ്റ്യനെ ഒന്നുകൂടെ പറയാം. ഒരു ടാങ്ക് ഉണ്ടായിരുന്നു, ആ ടാങ്കിലോട്ട് 2 പൈപ്പുകൾ തുറന്നു വിട്ടു. ഒരു പൈപ്പിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ചെറുതായിരുന്നു, പിന്നെ വേറൊരു വലിയ പൈപ്പ് ഉണ്ടായിരുന്നു. ഈ 2 പൈപ്പും കൂടെ ഒരേ സമയം തുറന്നു വിടുമ്പോൾ എത്ര നേരം കൊണ്ട് ഫില്ല് ചെയ്യും? 9 and 3/8 hours കൊണ്ട് ഈ ടാങ്ക് ഫില്ല് ചെയ്യും. എന്നാൽ ഇവര് സെപ്പറേറ്റ് ആയിട്ട് ഈ ടാങ്ക് ഫില്ല് ചെയ്യുവാണെങ്കിൽ എന്താ പറഞ്ഞത്? ഈ ചെറിയ ടാപ്പ് എടുക്കുന്നതിനേക്കാളും 10 മണിക്കൂർ കുറച്ചായിരിക്കും ഈ വലിയ ടാപ്പ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ടാപ്പ് എടുക്കുന്ന സമയത്തിനേക്കാളും 10 മണിക്കൂർ കുറവായിരിക്കും ഈ ടാങ്ക് ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ ഈ വലിയ ടാപ്പ് എടുക്കുന്നത്, അല്ലേ? കാരണം എന്താ? വലിയ ടാപ്പിൽ കൂടല്ലേ കൂടുതൽ വെള്ളം ഒഴുകുന്നത്. സോ ഈ ചെറിയ ടാപ്പ് എടുക്കുന്നതിനേക്കാളും കുറച്ച് സമയം മതിയാകും ഈ വലിയ ടാപ്പിന് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ടൈം ഇൻ വിച്ച് ഈച്ച് ടാപ്പ് ക്യാൻ സെപ്പറേറ്റ്ലി ഫിൽ ദ ടാങ്ക് എന്നാണ്. മനസ്സിലായോ? ഓരോ ടാപ്പും സെപ്പറേറ്റ് ആയിട്ട് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മള് ഈ 1ാമത്തെ ഈ ചെറിയ ടാപ്പ് മാത്രം തുറന്നു വിടുകയാണെങ്കിൽ X hours എടുക്കുമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ടാപ്പ് ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ എത്ര നേരം എടുക്കും? ഈ ചെറിയ ടാപ്പിനേക്കാളും 10 മണിക്കൂർ കുറവാണ് ഈ വലിയ ടാപ്പ് എടുക്കുന്നത്, അല്ലേ? സോ എത്ര നേരം എടുക്കും? X - 10 hours എടുക്കും. മനസ്സിലായോ? അപ്പൊ ഈ ചെറിയ ടാപ്പ് ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യുവാണെങ്കിൽ X hours എടുക്കും. ഈ വലിയ ടാപ്പ് ഒറ്റയ്ക്ക് ഈ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ X - 10 hours എടുക്കും. അപ്പൊ നമുക്കിതൊന്ന് എഴുതാം.
മനസ്സിലായോ? ഈ ചെറിയ ടാപ്പ് എടുക്കുന്ന സമയം x മണിക്കൂറാണ്, ഈ വലിയ ടാപ്പ് എടുക്കുന്ന സമയം x-10 hours ആണ്. അപ്പൊ ഇനി 2-3 കാര്യം ശ്രദ്ധിക്കണേ. നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ ഈ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി 1 ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഈ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വർക്ക് ഡൺ ആൻഡ് ടൈം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ അവിടെ 1 ആയിട്ട് എടുത്തത്. നമ്മൾ പഴയ ഫസ്റ്റ് ടൈമിലെ പോർഷൻസിലൊക്കെ അങ്ങനെ ചെയ്തായിരുന്നു. ഈ ടോട്ടൽ കപ്പാസിറ്റി എപ്പോഴും നമ്മൾ 1 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇവിടെ കണ്ടോ, ഇവര് പറഞ്ഞിരിക്കുന്നത് ഈ ചെറിയ ടാപ്പ് അല്ലേ, ഈ ചെറിയ ടാപ്പ് എത്ര നേരം വർക്ക് ചെയ്തു? x hours വർക്ക് ചെയ്തിട്ടാണ് ഈ ടാങ്ക് ഫില്ലാക്കിയത്. മനസ്സിലായോ? അതായത് ഈ x hours വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ടാങ്കിന്റെ ഹോൾ കപ്പാസിറ്റി എത്ര? 1 അല്ലേ? x hours വർക്ക് ചെയ്തപ്പോഴാണ് ഈ ടാങ്ക് നിറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 1 hourൽ വർക്ക് ചെയ്താൽ എത്രത്തോളം നിറയും? 1/x നിറയുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ ഓർത്താൽ മതി. 10 പേനയ്ക്ക് 30 രൂപയാണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര രൂപയാണ്? 30/10 അല്ല, ഇങ്ങനെ കണ്ടുപിടിക്കുന്ന 3. ഇങ്ങനെ നമുക്ക് 3 കിട്ടുന്നത്. അതേപോലെയുള്ളൂ ഇവിടെ. x hours വർക്ക് ചെയ്തപ്പോഴാണ് ഈ ടാങ്ക് ഫില്ലായത് അല്ലേ? സോ 1 hour വർക്ക് ചെയ്താൽ എത്രത്തോളം ഫില്ലാകും? 1/x ഫില്ലാകും. അതേപോലെ ഈ വലിയ ടാപ്പിന്റെ കേസ് കണ്ടോ, അത് x-10 hours വർക്ക് ചെയ്തപ്പോഴാണ് ഈ ടാങ്ക് ഫില്ലായത് അല്ലേ? ഈ വലിയ ടാപ്പിൽ കൂടി x-10 hours അല്ലേ, ഇത്രയും നേരം ഈ വലിയ ടാപ്പിൽ കൂടി വെള്ളം വന്നപ്പോഴാണ് ഈ ടാങ്ക് നിറഞ്ഞത്. ടാങ്ക് നിറഞ്ഞെന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി എത്ര? 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഈ ടാങ്കിന്റെ എന്തുമാത്രം നിറയും? 1/x-10 പോർഷൻ ആയിരിക്കും നിറയുന്നത്. മനസ്സിലായല്ലോ? ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതൊക്കെ ഈ സ്റ്റെപ്പം കാണാതെ പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് മനസ്സിലാക്കാനേ ഇനിയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പം കാണാതെ പഠിക്കണം. ഇങ്ങനെ വരുന്ന കേസിൽ ഈ ആദ്യത്തെ റെസിപ്രോക്കൽ എടുക്കുക 1/x, ഈ രണ്ടാമത്തെ റെസിപ്രോക്കൽ എടുക്കുക 1/x-10. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ചെറിയ ടാപ്പ് x hours കൊണ്ടാണ് ഈ ടാങ്ക് ഫില്ല് ചെയ്തത്. സോ x hours കൊണ്ട് ഈ ടാങ്ക് ഫില്ല് ചെയ്തു. സോ 1 hourൽ, ഒരു മണിക്കൂറിൽ 1 hourൽ 1/x ആയിരിക്കും, 1/x ഓഫ് ദ ടാങ്ക് ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഈ വലിയ ടാപ്പ് x-10 hours കൊണ്ടാണ് ഈ ടാങ്ക് ഫില്ലാക്കിയത്. സോ ഒരു മണിക്കൂറിൽ 1/x-10 പോർഷൻസ് ഫില്ല് ചെയ്യും. കിട്ടിയോ? അപ്പൊ നമുക്കിനി അതാണ് അടുത്തായിട്ട് എഴുതേണ്ടത്. എത്ര മണിക്കൂറിലെ കണക്കാണ് നമ്മൾ എഴുതിയേ? ഒരു മണിക്കൂറിലെ കണക്കല്ലേ എഴുതിയേ? ഇൻ 1 hour. ഒരു മണിക്കൂറിൽ സ്മോളർ ടാപ്പ് എത്ര പോർഷൻ ഫില്ല് ചെയ്യും? ഞാൻ കണ്ടില്ലേ, 1/x പോർഷൻ ഫില്ല് ചെയ്യും. ലാർജർ ടാപ്പോ കണ്ടില്ലേ, ഒരു മണിക്കൂറിൽ എത്ര പോർഷൻ ഫില്ല് ചെയ്യും? 1/x-10 പോർഷൻ ഫില്ല് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇനിയും ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കാൻ ഒരു വളരെ എളുപ്പമാർഗമുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഈ സമയം എടുക്കുക കേട്ടോ. നിങ്ങൾ ആദ്യമായി സമയം എഴുതുക. ഒരു ടാങ്കിന്റെ എക്സും മറ്റു ടാങ്കിന്റെ x-10 എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ അതിന്റെ റെസിപ്രോക്കൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂറിലെ കണക്ക് എഴുതും കേട്ടോ. 1 hour. ഒരു മണിക്കൂറിൽ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ നമ്പർ മാറ്റിയാൽ മതി. അപ്പൊ ഒരു മണിക്കൂറിൽ ചെറിയ ടാപ്പ് ഇത്രയും പോർഷൻ വെള്ളം ഫില്ല് ചെയ്യും, വലിയ ടാപ്പ് ഇത്രയും പോർഷൻ ഫില്ല് ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഒരു മണിക്കൂറിൽ ഇത് പ്രവർത്തിച്ചിരിക്കട്ടെ. ഈ 2 ടാപ്പും കൂടെ ഒരു മണിക്കൂറിൽ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചിരിക്കട്ടെ. മനസ്സിലായോ? ഇത് സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചിരിക്കട്ടെ. ഒരു മണിക്കൂറിൽ രണ്ടും കൂടെ എന്തുമാത്രം ഫില്ല് ചെയ്യും? ഈ ചെറിയ ടാപ്പ് 1/x പോർഷൻ ഫില്ല് ചെയ്യും, വലിയ ടാപ്പ് 1/x-10 പോർഷൻ ഫില്ല് ചെയ്യും. രണ്ടും കൂടെ ഒരു മണിക്കൂറിൽ ഇത്രയും പോർഷൻ ഫില്ല് ചെയ്യും അല്ലേ? ആണെങ്കിൽ എത്ര നേരം എടുക്കും ഈ ടാങ്ക് ടോട്ടൽ ഫില്ല് ആവാൻ? ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? 9/3/8 hours കൊണ്ടാണ് ഈ ടാപ്പ് ടോട്ടൽ ഫില്ല്. മനസ്സിലായോ? ഈ ചെറിയ ടാപ്പ് 1/x hours എടുക്കും, ഈ വലിയ ടാപ്പ് 1/x-10 hours എടുക്കും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. എത്ര നേരം വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ടോട്ടൽ ഫില്ല് ആവുന്നത്? 9 and 3/8 hours ഇത് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പം
ഈ ടാങ്ക് ഫില്ലായി. ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ കപ്പാസിറ്റി എത്ര 1 ആണ്. സോ 9 and 3/8 hours വർക്ക് ചെയ്തപ്പോഴാണ് ഈ ടാങ്ക് ഫില്ലായത്. ഇനി ഈ ഒരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എന്താ ഈ 9 and 3/8 എന്ന് പറഞ്ഞാല് 9 and 3/8 എന്ന് പറഞ്ഞാൽ ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ? 9 into 8 അല്ലേ? 72 plus 3/8 ആണല്ലോ. എത്ര വരും അത്? 75/8 അല്ലേ? നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്ത് തുടങ്ങാം. എത്ര വരും? 9 and 3/8 എത്രയാണ്? 75/8 into 1/x plus 1/x minus 10 is equal to 1. മനസ്സിലായോ? നമുക്ക് ഇവിടെ LCM എടുക്കാം അല്ലേ? 75/8 into ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ x minus 10 plus ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ x divided by x into x minus 10 is equal to 1 അല്ലേ? So 75/8 into x plus x 2x minus 10 divided by x into x അല്ലേ? x square minus 10x is equal to 1. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കാമോ? 75 into 2 150 x minus 750 divided by 8x square minus 80x is equal to 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ? സോ 8x square minus 80x is equal to ഇവിടെ 150x minus 750. എല്ലാത്തിനെയും ഒരുമിച്ച് എഴുതുക. 8x square minus 80x. നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളും കൂടുതൽ ചെയ്ത് തുടങ്ങിക്കൂ. plus 750 is equal to 0. 8x square minus 230x plus 750 is equal to 0. രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? എത്ര വരും? 4x square minus 115 plus 375 is equal to 0. ഇത് ഫാക്ടേഴ്സ് ചെയ്യാൻ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു. x is equal to ഞാൻ ഫോർമുല യൂസ് ചെയ്യുന്നത് -b -115 plus or minus root of b square അല്ലേ? -115 the whole square minus 4ac 4 into 4 into 375 whole divided by 2a is equal to 115 plus or minus root of -115 the whole square 13,225 minus 4 into 4 into 375 എത്രയാണത്? 6,000 whole divided by 8 അല്ലേ? So 115 plus or minus root of 13 minus 6 എത്രയാണ്? 7225 whole divided by 8 അല്ലേ? is equal to 115 plus or minus root of 7225. ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് കൊണ്ട് പഴയ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ റൂട്ട് ഓഫ് 7225 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാമോ? ഇത് 85 അല്ലേ? whole divided by 8. So this is equal to 115 plus 85 by 8 അല്ലേ? പിന്നെ 115 minus 85 by 8 അല്ലേ? സോ എത്ര വരും ആൻസർ? 115 85 200/8 115 മൈനസ് 85 എത്രയാണത്? 30/8. എത്ര 200/8? 25. എത്ര 30/8? 3.75 വരും അല്ലേ? നമുക്ക് രണ്ട് വാല്യൂ കിട്ടിയേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ടാപ്പിന്റെ സമയമാണ് അല്ലേ? അപ്പൊ എക്സ് നമുക്ക് കിട്ടി. ഏതൊക്കെ എക്സ് കിട്ടിയത്? എക്സ് ഈസ് ഈക്വൽ ടു
25 കിട്ടി, എക്സ് ഈസ് ഈക്വൽ ടു 3.75 കിട്ടി കേട്ടോ. സോ നമുക്ക് എക്സ് മൈനസ് 10 കണ്ടുപിടിക്കണമല്ലോ അല്ലേ? എത്ര എക്സ് മൈനസ് 10? 25 മൈനസ് 10 എത്രയാണത്? 15. എത്ര ഇവിടെ എക്സ് മൈനസ് 10 വരുന്നത്? 3.75 മൈനസ് 10 എത്രയാണത്? അതൊരു മൈനസ് വാല്യൂ ആ വരുന്നത് അല്ലേ? -6 വരും. അപ്പൊ നമുക്ക് ഈ എക്സ് എന്ന് പറഞ്ഞ സമയമാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാങ്കിൽ ഇങ്ങനെ വെള്ളം വരുന്നൊരു സമയമാണ് അല്ലേ ഈ എക്സ് എന്ന് പറഞ്ഞാൽ. ഈ സമയം ഒരിക്കലും എന്താകാൻ പാടില്ല? നെഗറ്റീവ് ആകാൻ പാടില്ല. സോ എക്സ് ഈസ് ഈക്വൽ ടു -6 ഈസ് നോട്ട് പോസിബിൾ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സമയം ഏതൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 25ഉം പിന്നെ രണ്ടാമത്തേതിന്റെ 15ഉം അല്ലേ? സോ സ്മോളർ ടാപ്പ് എത്ര നേരം കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്? ദ സ്മോളർ ടാപ്പ് ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 25 hours അല്ലേ? വൈൽ ദ ലാർജർ ടാപ്പ്, മനസ്സിലായോ? The larger tap can fill the tank in 15 hours. ഈ ക്വസ്റ്റ്യന് വളരെ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, വളരെ ട്രിക്കി ക്വസ്റ്റ്യനുമാണ്. ഇപ്പം ഇതേപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇനി ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഇപ്പം ഇമാതിരി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഈസിലി പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാമേ, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ എഴുതി കഴിഞ്ഞില്ലേ? ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ ക്വസ്റ്റ്യന് കണ്ടോ? ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്ന സമയം എത്ര? 9 and 3/8 എന്ന അല്ലേ? 9 and 3/8 എന്ന് പറഞ്ഞാൽ 9 into 3 72 plus, so 9 into 8 72 plus 3 75/8 ആണ് നമ്മുടെ ടോട്ടൽ സമയം ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ. പിന്നെ ഒരു ടാപ്പ് എക്സ് അവേഴ്സ് എടുക്കുന്നിരിക്കട്ടെ, മറ്റേ ടാപ്പ് എത്ര? ഇതിനേക്കാളും എത്ര നേരം കുറവാ? 10 മണിക്കൂർ കുറവാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് 10 എടുക്കുക. മനസ്സിലായോ? ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത്രയും മാത്രം ചെയ്താൽ മതി. 1/x ചെയ്യണം, 1/x minus 10 ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇത് 10 hours ലെസ് ആയിരിക്കും, ചില ക്വസ്റ്റ്യനിൽ 10 hours മോർ ആയിരിക്കും. അപ്പൊ എക്സ് പ്ലസ് 10 ചെയ്യുക. ചില ക്വസ്റ്റ്യനിൽ 2 hours ലെസ് ആയിരിക്കും, എക്സ് മൈനസ് 2 ചെയ്യുക. ഇത് രണ്ടും കൂടെ കൂട്ടുക. എന്നിട്ട് ഇപ്പം കിട്ടുന്ന ഈ ഒരു സാധനത്തെ ഇതുണ്ടോ, ഈ ഒരു 75/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. 75/8 ഈസ് ഈക്വൽ ടു 1. എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യനും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. സോ ഇത് ഇത്രയും മതി. ബാക്കി ഇതേപോലെ ഇരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നാളെ. അപ്പൊ എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി കണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം. ഞാൻ നാളെ റിവിഷൻ ചെയ്യിപ്പിക്കും. കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസും ഞാൻ നാളെ ചെയ്യിപ്പിക്കാം കേട്ടോ.